അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ഒന്ന് സുവിശേഷീകരണം നമ്മൾ പഠിച്ചു, രണ്ട് നമ്മൾ സ്നാനത്തെ കുറിച്ച് പഠിച്ചു, സ്നാനം എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ച് പഠിച്ചു, മൂന്ന് വചന പഠനം ബൈബിൾ ക്ലാസ്സുകൾ നടത്തേണ്ട രീതിയെ കുറിച്ച് പഠിച്ചു, നാല് കൂട്ടായ്മ യോഗങ്ങൾ അത് ഭവന യോഗങ്ങളിൽ നടത്തേണ്ടതിനെ കുറിച്ച് പഠിച്ചു, അഞ്ച് നമ്മൾ ആരാധനയെ കുറിച്ച് പഠിച്ചു, അപ്പം നുറുക്കലുള്ള തിരുവത്താഴമുള്ള ആരാധനാ യോഗം. ഇനി അതിനകത്തെ അവസാനത്തെ കാര്യം പ്രാർത്ഥനയാണ്. അവരപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു എന്നാണ് പ്രവൃത്തികൾ 2-ാം അധ്യായം 41, 42 വാക്യങ്ങൾക്കകത്ത് എഴുതിയിട്ടുള്ളത്. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു സഭയ്ക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു യോഗമാണ് പ്രാർത്ഥന. ശരിക്കും എണ്ണം കുറവുള്ള ഒരു യോഗങ്ങളിലൊന്ന് പ്രാർത്ഥനയാണ്. കാരണം ഈ പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകാത്തത് കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ റിപ്പീറ്റഡ് ആയ പ്രാർത്ഥനകൾ തന്നെ വരുന്നത് കൊണ്ടുമാണ് പ്രാർത്ഥനയ്ക്ക് ആൾ കുറഞ്ഞു പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒരേ കാര്യം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾക്കൊരു മടുപ്പ് ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, അവരവർ വീടുകളിൽ പ്രാർത്ഥിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിനും ഒരു മടുപ്പ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മടുപ്പ് ഉണ്ടാകാൻ പാടില്ല, പക്ഷെ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കാം. ഒന്ന്, വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെ ഇവിടെയും പ്രാർത്ഥിക്കുന്നു, സഭയിലെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വേറെ പുതിയ വിഷയങ്ങളൊന്നും ഇല്ല. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക വിഷയങ്ങളുടെ, എന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ വിഷയങ്ങളായിട്ട് തിരിച്ചു കൊടുക്കുക. ഒരേ കാര്യം 10 പേര് പ്രാർത്ഥിക്കേണ്ടതിന്റെ കാര്യമൊന്നുമില്ല. ഇല്ല. കുടുംബങ്ങളുടെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഓരോ വിഷയങ്ങൾ ഓരോ കുടുംബത്തിന് വേണ്ടി, ഇപ്പൊ ഒരാൾക്ക് 3 കുടുംബത്തിന്റെ പേര് കൊടുക്കുക, അടുത്ത 3 കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ, അതിന്റെ അടുത്ത 3 പേരെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. അപ്പം വിഷയങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് സമയം ക്രമീകരിക്കാൻ സാധിക്കും, രണ്ട് റിപ്പീറ്റ് ആകാത്തത് കൊണ്ട് എന്താ പറയുക ഒരു അരോചകമായി തോന്നാതെയും കൂടി ഇരിക്കും. ആരും വിട്ടുപോകത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ പ്രാർത്ഥനയുടെ പ്രധാന കാര്യം. അതാണ് ഒന്ന്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ലീഡറെ തിരഞ്ഞെടുക്കണം. പ്രാർത്ഥനാ ലീഡർ, പ്രാർത്ഥന നയിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ തയ്യാറാക്കുക. നമ്മൾ എല്ലാത്തിന്റെയും ആദ്യം അവസാനമൊക്കെ പ്രാർത്ഥിക്കണം, അതല്ല. ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം കൂടി വരുന്ന യോഗങ്ങൾ. അതായത് പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ഒരാൾ, നയിക്കുന്ന ഒരാൾ, അത് ഉദ്ദേശിക്കുന്നു. ലീഡർ എന്ന് വെച്ചാൽ പ്രാർത്ഥന നയിക്കാൻ. അന്നത്തെ മൂപ്പനോ അല്ലെങ്കിൽ ശുശ്രൂഷകനോ ആരുമാകാം, അത് കുഴപ്പമില്ല. ആരാണെങ്കിലും കുഴപ്പമില്ല. അത് പക്ഷെ ഒരു നേതൃത്വം വഹിക്കുന്ന ആൾ ഉണ്ടാകണം, ഒരു നേതൃത്വം ഉണ്ടാകണം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, മുൻകൂട്ടി ഒരുങ്ങി തയ്യാറാക്കി വരണം. അതെ. അപ്പൊ ഒരു പ്രാർത്ഥന നയിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. രണ്ട്, അദ്ദേഹം പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടാക്കണം. പ്രാർത്ഥനാ വിഷയങ്ങൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ എഴുതിയോ അതൊന്ന് ക്രമീകരിക്കണം. അപ്പം പ്രാർത്ഥനാ വിഷയത്തിനകത്ത് നമുക്ക് കുടുംബങ്ങളുടെ പേര് ഉൾപ്പെടുത്താം. സഭയിലെ കുടുംബങ്ങളുടെ പേര്, സുവിശേഷകന്മാരുടെ പേര്, സഭയിലെ സുവിശേഷകന്മാരുടെ പേര്, പിന്നെ കേരളത്തിനകത്തുള്ള സുവിശേഷകന്മാരുടെ പേര്, കേരളത്തിന് പുറത്തുള്ളവരുടെ പേര്, പിന്നെ ബൈബിൾ കോളേജുകളുടെ പേര്, അയൽ സഭകളുടെ പേര്, പൊതുവായ പ്രവർത്തനങ്ങള്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്ത് ചെയ്യാം, അതിനകത്ത് ഉൾപ്പെടുത്താം. ഇപ്പൊ സുവിശേഷകന്മാരെ അറിയാനാണെങ്കിൽ 2 പുസ്തകങ്ങൾ, 3 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഈ ഓപ്പറേഷൻ ബർണബാസ് ഇറക്കിയിരിക്കുന്ന സുവിശേഷകന്മാരെ കുറിച്ചുള്ള വർക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷന്മാരുടെ അഡ്രസ് ഉള്ള പുസ്തകങ്ങളുണ്ട്. അപ്പൊ അത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് തമിഴ്നാട്ടിലെ സുവിശേഷകന്മാരെ 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ 5 പേരുടെ പേര് എന്ത് ചെയ്യുക, തയ്യാറാക്കുക. പിറ്റേ ആഴ്ചയിൽ ഒറീസയിൽ 5 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുക, അതിന്റെ അടുത്ത ആഴ്ചയിൽ കേരളത്തിൽ 5 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുക, അതിന്റെ അടുത്ത ആഴ്ചയിൽ ബീഹാറിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പുതിയ പുതിയ വിഷയങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കണം. ഒപ്പം നമ്മുടെ സഭയിലുള്ള കുടുംബങ്ങളുടെ പേരുകൾ, എല്ലാ വ്യക്തികളുടെയും പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ഈ ലിസ്റ്റുകൾ ഓരോരുത്തർക്കായിട്ട് തരംതിരിച്ചു കൊടുക്കണം. അതായത് 10 പേരുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ 10 പേരുണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങൾ 10 ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ ഒരാൾ ഒരു വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി, രണ്ടാമത്തെ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കും. ഇനി കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ, ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ വിഷയങ്ങളായിട്ട് കൊടുത്ത് പ്രാർത്ഥന നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന്, ഒരു പ്രാർത്ഥന നയിക്കാനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുക. രണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങൾ അത് തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു ചെറിയൊരു സന്ദേശം, ഒരു 10-15 മിനിറ്റോ മാത്രമുള്ള ഒരു ലഘു സന്ദേശം
പ്രാർത്ഥനയെ കുറിച്ച് കൊടുക്കുക. ഒരു ലഘു സന്ദേശം പ്രാർത്ഥനയെ കുറിച്ച് മാത്രം, അന്തരം വേറെ വിഷയങ്ങളൊന്നും പറയുന്നത്. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം അതാ, നമ്മൾ എന്തിനു വേണ്ടി വരുന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നത് കൊണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത പറയാം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ആളുകളെ കുറിച്ച് പ്രസംഗിക്കാം, ചിലരുടെ പ്രാർത്ഥന മാതൃകകൾ പ്രസംഗിക്കാം. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു പ്രാർത്ഥന ലീഡർ ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രാർത്ഥന നയിക്കുന്ന ഒരാളുണ്ടാകണം, പ്രാർത്ഥന ലിസ്റ്റ് ഉണ്ടാകണം, ഒരു പട്ടിക ഉണ്ടാകണം. അതിനകത്ത് ശുശ്രൂഷകൾ വരുമ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് അതിനകത്ത് ഉണ്ടാകണം. പിന്നീട് എല്ലാവർക്കും വേണ്ടി ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥന നടത്തുക. അതായത് ഒരാള് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു, ബാക്കി എല്ലാവരും എന്ത് പറയുന്നു, അതിനോട് യോജിക്കുന്നതുണ്ടെന്നുള്ളതിന്റെ തെളിവായിട്ട് ആമേൻ പറയുന്നു. ഈ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ ഞാനും അതിനോട് യോജിക്കുന്നുവെന്ന്, അതായത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാനും യോജിക്കുന്നു, അതാണ് ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു കോർപ്പറേറ്റ് വെയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരാള് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആമേൻ പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഓരോരുത്തരായിട്ട് പ്രാർത്ഥിക്കാം, അതിന് ഈ പോപ്കോൺ പ്രയർ എന്ന് പറയും. ഓരോരുത്തരായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. മറ്റൊന്നാണ് ഗ്രൂപ്പ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ഗ്രൂപ്പ് പ്രയർ, അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. ഒരു ഗ്രൂപ്പ് രണ്ട് പേരുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ 3 പേരുടെ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുക. എന്നിട്ട് അങ്ങനെ മാറി മാറി ഇരുന്ന് ഓരോ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രാർത്ഥനയിലുള്ളത്. ആരാധനാ യോഗങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ് എപ്പോഴും. പക്ഷെ ചുരുക്കമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വന്നിരിക്കുന്നവരുടെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കത്തക്ക നിലയിലുള്ള അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം കൊടുക്കണമെന്നും, ദൈവബോധത്തിലിരിക്കാൻ വിശ്വാസികളെ സഹായിക്കണമെന്നും, ശുശ്രൂഷകൾ കൃത്യമായി നടക്കുവാൻ വേണ്ടി അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അല്ല, തിരുവത്താഴത്തിന് പ്രാർത്ഥിക്കുന്നില്ല, തിരുവത്താഴത്തിന് സ്വന്തം ചെയ്യുന്നത്. എല്ലാ ശുശ്രൂഷകളും കൃത്യമായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകളും ഉചിതമായ ബൈബിൾ പ്രകാരം തന്നെ മുൻപോട്ട് പോകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് നമ്മുടെ പ്രാർത്ഥിക്കേണ്ട കാര്യം. എല്ലാവർക്കും ഒരു ദൈവികമായ ബോധം നൽകണം. സ്തോത്രം എന്ന് പറയുന്നത് നന്ദി എന്നാണ്. സ്തുതി മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കാര്യം പറഞ്ഞു. അപ്പൊ അതിനാണ് നന്ദി പറയേണ്ടത്. എന്നെ രക്ഷിച്ചതിന് നന്ദി, എനിക്കെന്ന ഭൗതികമായ നന്മകൾക്ക് നന്ദി, അനുകൂലമായ സാഹചര്യങ്ങൾക്ക് നന്ദി, ആത്മീകമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി. ഒപ്പം നമ്മളെ വീണ്ടും ദൈവത്തിന്റെ മഹത്വം. അവൻ സൃഷ്ടാവാണ്, പരിപാലകനാണ്, അവൻ ഇന്നും എന്നും വാഴുന്ന ദൈവമാണ്, വീണ്ടും വരാൻ പോകുന്നവനാണ്, രാജാതി രാജാവാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ അവൻ നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് സ്തുതിക്കകത്തും സ്തോത്രത്തിലും വേണ്ടത്. പ്രാർത്ഥനയ്ക്കകത്ത് ആ മീറ്റിംഗ് ഏതാണോ അതിന് അനുയോജ്യമായ അവിടുത്തെ ആവശ്യം എന്താണോ ആ ആവശ്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പ്രാർത്ഥനാ യോഗങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ഒരു പ്രാർത്ഥനാ ലീഡർ ഉണ്ടായിരിക്കുക, ഒരു പ്രാർത്ഥനാ ലിസ്റ്റ് ഉണ്ടാകുക, ഒരു ചെറിയൊരു സന്ദേശം ഉണ്ടാകുക, ഗ്രൂപ്പുകളായി തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും വിഷയങ്ങൾ വിഭാഗിച്ചു കൊടുക്കുക. അവസാനം പ്രാർത്ഥിക്കുന്ന ആൾക്ക് ആശീർവാദം പറയാം. അതിന് പ്രത്യേകമായി ഇന്നയാള് ആശീർവാദം പറയണം എന്ന് നമ്മൾ പുതിയ നിയമത്തിനകത്ത് ഒരു പഠിപ്പിക്കൽ കാണുന്നില്ല. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. പുതിയ നിയമത്തിനകത്ത് ഇന്നയാള്, ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി, മൂപ്പനോ സുവിശേഷകനോ ഒക്കെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയണം നമ്മൾ കാണുന്നില്ല. അങ്ങനെ പഠിപ്പിക്കൽ ബൈബിളിനകത്ത് എന്തിനും ഒരു ഉചിതമായ ഒരു കാര്യമുണ്ട്. എന്തും ഉചിതമായി ചെയ്യണം, അല്ലെ? ഇപ്പം ഒന്നാലോചിച്ച് നോക്കിയേ, എനിക്ക് എന്റെ പ്രായത്തേക്കാൾ മുതിർന്ന ആളുകൾ സഭയിലുണ്ട്, മൂപ്പന്മാർ സഭയിലുണ്ട്. അപ്പൊ അവരിരിക്കെ ഞാൻ ചെയ്യുന്നത് ഉചിതമല്ല. മനസ്സിലായല്ലേ? ഞാൻ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് തന്നെ പറയാം. തെറ്റില്ല. പക്ഷെ എന്നേക്കാൾ മൂത്ത ആളുകൾ ഇരിക്കുമ്പോ അവര് ചെയ്യുന്നതാണ് ഉചിതം. അപ്പൊ ഞാൻ അതിൽ നിന്ന് മാറി വന്നാൽ മതി, അല്ലെങ്കിൽ അവർക്ക് അനുവാദം കൊടുത്താൽ മതി. ഞാൻ പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്. പ്രസംഗം കഴിയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും, മുപ്പന്മാരാരെങ്കിലും ആശീർവാദം പറയാൻ പറയും. അതെനിക്ക് പറയാൻ അറിയില്ലാത്തോണ്ടല്ല. പക്ഷെ എന്നേക്കാൾ മൂത്തവരിയ്ക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രായത്തെ, അവരുടെ പക്വതയെ,
അവരുടെ ആ അറിവിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനിക്കും. ഉചിതമായി നടക്കുക എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ആർക്കും പറയാം, പക്ഷെ എന്തും കാണുന്ന ഒരാൾക്ക് ഇവനാണോ ആശീർവാദം പറയുന്നത് എന്ന് തോന്നുന്ന രീതിയിലാകരുത്. ഉചിതമായിട്ട് ഇവന് അതിനകത്ത് വാചകം നോക്കിയേ: കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്നാ പറയുന്നത്. അപ്പം അതൊരു അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്, ഒരു അനുഗ്രഹത്തിന്റെ വാക്ക്. അപ്പൊ അനുഗ്രഹത്തിന്റെ വാക്ക് ഇപ്പോഴും പറയേണ്ടത് മുതിർന്നവരാണ്, മൂപ്പന്മാരോ അങ്ങനെയുള്ള ആളുകളാണ് പറയേണ്ടത്. ശിശുക്കളല്ല, കൊച്ചുങ്ങളല്ല, കുഞ്ഞുങ്ങളല്ല പറയണം. അപ്പൊ അതുകൊണ്ട് അത്തരം ശുശ്രൂഷകൾ പക്വതയുള്ള മുതിർന്ന ആളുകൾ ചെയ്യാൻ വേണ്ടി ഇളയ ആളുകൾ മാറി നിൽക്കുക എന്ന് മാത്രമേ അതിനകത്ത്. തീർച്ചയായിട്ടും ഭവനങ്ങളിലും ഒരു തീരുമാനം പറയുന്നത് അവിടുത്തെ ഏറ്റവും മൂത്ത ആളാണ് പറയുന്നത്, അപ്പനാണ് പറയുന്നത്. മക്കൾ ഉണ്ടെങ്കിലും അത് മക്കൾ എന്ത് ചെയ്യും, അപ്പന് വേണ്ടി മാറിക്കൊടുക്കും, അല്ലെങ്കിൽ അപ്പൻ പറയട്ടെ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഉചിതമായി ചെയ്യാന്നേ ഉള്ളൂ, കൃത്യമായി പഠിപ്പിക്കൽ ഇല്ല. പിന്നെ ഈ കേരളത്തിലാണ് ഈ ആശീർവാദം കൂടുതലായിട്ട് പറയപ്പെടുന്നത്. മറ്റ് തമിഴ്നാട്ടിൽ നിന്നും, തമിഴ്നാട് പോലെയുള്ള മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ അവര് ആശീർവാദമല്ല പറയുന്നത്. അവരിങ്ങനെ എൻ മനമേ യഹോവയെ സ്തുതിക്ക, എന്റെ സർവാന്തരമേ യഹോവയെ സ്തുതിക്ക, എൻ മനമേ യഹോവയെ സ്തുതിക്ക, ആമേൻ കർത്താവായ യേശു വരണമേ എന്ന് പറഞ്ഞിട്ടാണ് അവർ മീറ്റിംഗ് അവസാനിപ്പിക്കാറുള്ളത്. ചുരുക്കം മീറ്റിംഗിൽ മാത്രമേ ആശീർവാദം പറയാറുള്ളൂ. ഞാൻ പറഞ്ഞത് ആ ഒരു സിസ്റ്റം നമ്മുടെ ഇടയിലേ ഉള്ളൂ, കേരളത്തിലേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അത് പറയുന്നോണ്ട് തെറ്റില്ല, പറയാത്തത് കൊണ്ട് ദോഷവും ഇല്ല. പിന്നെ പറയുന്നുണ്ടെങ്കിൽ അത് ഉചിതമായ ഒരാൾ പറയുന്നതാണ് എപ്പോഴും നല്ലത്. പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോസ്തോലിക അധികാരത്തെക്കാൾ വലിയ അധികാരമൊന്നും ആരുണ്ടെങ്കിലും ഇല്ല. ഞാൻ പറഞ്ഞ പ്രായത്തിന്റെ മാത്രമല്ല, അദ്ദേഹം അപ്പോസ്തോലിക അധികാരമുള്ളയാണ്, അപ്പോസ്തോലനാണ്. ഒരു സഭയിൽ മൂപ്പന്മാരിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള വിശ്വാസികൾ പറയുന്നതിനേക്കാൾ നല്ലത് മൂപ്പന്മാർ പറയുന്നതാണ്. നമ്മൾ അവരുടെ അധികാരത്തിന് കീഴ്പ്പെടുക. ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ ഇത് എന്റെ ഒരു ഡിസിഷനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, അവരുള്ളപ്പോൾ ഞാൻ പറയുന്നില്ല എന്നുള്ളത്, ഞാൻ മാറി നിൽക്കുന്നു. നമ്മൾ നിർബന്ധിക്കുന്നില്ല, പറയരുതല്ല പറയുന്നത്. ഉചിതമായി നടക്കേണ്ടതിന് വേണ്ടി നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പ്രായമുള്ളവർ പറയട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കും, അത്രേ ഉള്ളൂ. അവരുടെ ആ ഒരു അവരുടെ പ്രായത്തെയും അവരുടെ പക്വതയെയും അവരുടെ അനുഭവത്തെയും, പിന്നെ നമ്മൾ എന്നേക്കാൾ മുതിർന്ന ഒരാളോട് ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം എന്നോട് പറയുന്നതാ, അല്ലെ? എന്റെ അപ്പനോട് ഞാൻ പോയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പുള്ളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളി എന്നോടല്ലേ പറയണ്ടേ? അങ്ങനെയല്ല, അതിന്റെ ഒരു ഉചിതമായ രീതി അതല്ലേ. നമ്മൾ ബഹുമാനിക്കുക, പ്രായത്തെ ബഹുമാനിക്കുക, മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക. അത് വായിക്കുന്നുണ്ടല്ലോ, മുതിർന്നവരും എഴുന്നേറ്റ് നിൽക്കുക, തല നരച്ചവരെ ബഹുമാനിക്കുക എന്നൊക്കെ വായിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ അത് നിങ്ങൾ വിട്ടുകൊടുത്തു വെക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ പ്രാർത്ഥനാ യോഗത്തിന് നമ്മൾ കഴിഞ്ഞു. പ്രാർത്ഥനാ യോഗത്തിനകത്ത് നമ്മൾ കണ്ട കാര്യം, ഒന്ന്, ഒരു പ്രാർത്ഥനാ ലീഡർ വേണം, ലിസ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു ചെറിയ സന്ദേശം ഉണ്ടാകണം, ഗ്രൂപ്പുകളായി തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം, ഓരോ വിഷയം ഓരോരുത്തർക്ക് വിഭാഗിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് പ്രാർത്ഥനാ യോഗം നടത്തേണ്ടത്. ഏറ്റവും അവസാനം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കാം. ഓക്കെ, ഗ്രൂപ്പില്ലാതെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ, ഒന്നെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കുക, മറ്റുള്ള ഒരാള് ആമേൻ പറയുക. ഈ ടൈം ലാഭിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഓരോരുത്തർ മാറി മാറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രബോധനമായിട്ട് പറയുമ്പോൾ അവർ മാറി ഇരുന്നോളൂ, അല്ലെങ്കിൽ മാറ്റി ഇരുത്താം, നമുക്ക് ഗ്രൂപ്പുകളായിട്ട് മാറ്റി ഇരുത്താം. ഗ്രൂപ്പ് അല്ലാതെയും പ്രാർത്ഥിക്കാം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ടേണായിട്ട് ക്രമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകാം. നമുക്ക് ഈ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം സമയം ലാഭിക്കുക എന്നുള്ളതാണ്. സമയം ഇപ്പൊ നമുക്ക് ആകെ ചിലപ്പോൾ 1 മണിക്കായിരിക്കും പ്രാർത്ഥനാ യോഗം ഉള്ളത്. അപ്പൊ ഈ 8 മണിക്ക് മുമ്പേ ആൾക്കാർക്ക് ആ സൂചി എത്തുമ്പോഴേ നിർത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക, അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. സമയം ഒരു ഭയങ്കര പ്രധാന ഘടകമാണ്. ഇന്നത്തെ എല്ലാ മീറ്റിങ്ങുകളിലും സമയം പ്രധാന ഘടകമാണ്. അപ്പൊ ഇത് കറക്റ്റ് സമയത്ത് നിർത്തണമല്ലോ. അപ്പൊ നിർത്താൻ വേണ്ടിയിട്ടാണ്. എന്നാ പിന്നെ 4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുക, പിന്നെ പെട്ടെന്ന് തീരുമല്ലോ. അതൊക്കെ ഓർത്താണ് ഗ്രൂപ്പുകളാക്കുന്നത്. അല്ലാതെയും എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം, നോ പ്രോബ്ലം. നമുക്ക് ഏത് രീതിയും സ്വീകരിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ ഉചിതമായ രീതിയിലാകണം എന്ന് മാത്രമേ അതിനകത്ത് ഉള്ളൂ. ഇത്രയും മീറ്റിങ്ങുകളാണ് നമ്മൾ ശരിക്കും ബൈബിളിനകത്ത് കാണുന്നത്. ബൈബിളിനകത്ത് ഇത്തരം മീറ്റിങ്ങുകളേ ഉള്ളൂ. പക്ഷെ ഇതിനർത്ഥം വേറെ മീറ്റിങ്ങുകളൊന്നും പാടില്ല എന്നല്ല. ഇപ്പൊ നമ്മൾ ബൈബിളിനകത്ത് കണ്ട സുവിശേഷ യോഗമുണ്ട്, സ്നാന ശുശ്രൂഷകളുണ്ട്, ബൈബിൾ ക്ലാസ്സുകളുണ്ട്,
ആരാധനാ യോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അപ്പം നുറുക്കലുണ്ട്. വീടുകളിൽ കുഴപ്പമില്ല, വീടുകളിൽ കുഴപ്പമില്ല, പ്രാർത്ഥിക്കാം. ഇത് ഈ സഹോദരിമാരുടെ ശുശ്രൂഷ ഒരു പ്രത്യേക വിഷയം പഠിക്കേണ്ടത്. ഇല്ല, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. കാരണം പ്രാർത്ഥിക്കാൻ ദൈവത്തോടാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കാം. വീടുകളിലും പ്രാർത്ഥിക്കാം. ഉപദേശിക്കാൻ പാടില്ല. സഭയുടെ ശുശ്രൂഷകളിലൊന്നും, സഭ ഈ തീരുമാനങ്ങളിലൊന്നും അവര് അഭിപ്രായം പറഞ്ഞ് സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കൽപ്പന. പഠിപ്പിക്കരുതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പഠിപ്പിക്കരുതെന്നുള്ളതാണ്. ഈ സഹോദരിമാർക്ക് ശുശ്രൂഷകൾ പലതും സഭയ്ക്കകത്തുണ്ട്, ചെയ്യുന്ന കൈ ശുശ്രൂഷകളുണ്ട്, അതവർ ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു തെറ്റും ഇല്ല. ആ വിഷയം നമുക്ക് വേണേൽ പഠിക്കാം. നമുക്ക് അടുത്ത ഒരു വിഷയമായിട്ട് സഹോദരിമാരുടെ ശുശ്രൂഷയായിട്ട് വേണം മാത്രം ഒന്ന് പഠിക്കാം. അത് നമുക്ക് ചർച്ച ചെയ്യാം. കാര്യം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് സഹോദരിമാരും സഭയുടെ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ഈ കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്കിനി ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായി നോക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സൺഡേ സ്കൂളുകളും യൂത്ത് മീറ്റിങ്ങുകളും. അതെങ്ങനെയൊക്കെ നടത്താന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സൺഡേ സ്കൂളുകളും യൂത്ത് മീറ്റിങ്ങുകളും. ഈ സൺഡേ സ്കൂളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ആശയം കിട്ടിയത് യഹൂദന്മാരുടെ സമ്പ്രദായത്തിൽ നിന്നാണ്. യഹൂദന്മാരോട് ദൈവം കൽപ്പന കൊടുത്തിരുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് 6-ാം ഭാഗത്ത് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, പുറത്തു പോകുമ്പോൾ, അകത്ത് വരുമ്പോൾ ഒക്കെ നിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തെ ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ കൃത്യമായ ഒരു കൽപ്പന യഹൂദന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതവർ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഇവർ അടിമകളായി പോകേണ്ടി വന്നു. ഈ അടിമകളായി പോയി 70 വർഷം കഴിഞ്ഞപ്പോ അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പല യഹൂദന്മാരും എന്ത് ചെയ്തില്ല? തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്നില്ല. ഈ പേർഷ്യൻ എന്ന് പറയുന്ന രാഷ്ട്രം അവര് പ്രാബല്യത്തിൽ വന്ന സമയത്ത് യഹൂദന്മാർക്ക് അതത് സ്ഥലങ്ങളിൽ പള്ളികൾ പണിയാനുള്ള അനുവാദം കൊടുത്തു. സിനഗോഗ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. സിനഗോഗുകൾ പണിയാനുള്ള അനുവാദം കൊടുത്തു. ഈ സിനഗോഗുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ന്യായപ്രമാണം വായിക്കുക, ന്യായപ്രമാണം പഠിപ്പിക്കുക എന്നുള്ളത് ആയിരുന്നു. ന്യായപ്രമാണം വായിക്കുക, പഠിപ്പിക്കുക എന്നുള്ളത് ആയിരുന്നു. അപ്പൊ അവിടെ യഹൂദന്മാരുടെ കുട്ടികൾക്കും എന്ത് ചെയ്യാമായിരുന്നു? ന്യായപ്രമാണം വന്ന് പഠിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 10 കുടുംബങ്ങൾ എവിടെയുണ്ടോ അവർക്ക്, അതായത് 10 യഹൂദ കുടുംബങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒരു സിനഗോഗ് പണിയാമായിരുന്നു. അത് അവരുടെ വ്യവസ്ഥ. 10 കുടുംബങ്ങൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. 10 കുടുംബം ഉണ്ടെങ്കിൽ ഒരു സിനഗോഗ് പണിയാം. മട്ടഞ്ചേരിയിലുണ്ട്, ഇപ്പൊ അവിടെ ആരുമില്ല. കേരളത്തിൽ പല ഭാഗത്തും ഉണ്ട്. കണ്ണൂർ ഒരെണ്ണമുണ്ട്, അവിടെ മട്ടാഞ്ചേരിയിൽ ഒരെണ്ണമുണ്ട്, 2 തോന്നുന്നു കേരളത്തിനകത്ത്. പല സ്ഥലങ്ങളിലും അവർ പോയടത്തൊക്കെ എവിടെയൊക്കെ 10 കുടുംബം ഉണ്ടോ അവിടെയെല്ലാം അവരൊരു സിനഗോഗ് പണിതിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് അവരുടെ മതപഠനം അല്ലെങ്കിൽ ന്യായപ്രമാണ പഠനം നടത്തിയിരുന്നത്. യേശുക്രിസ്തു പല പള്ളികളിലും ഉപദേശിച്ചിട്ടുണ്ട്. പൗലോസ് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തെല്ലാം ആദ്യം അന്വേഷിച്ചത് അവിടെ യഹൂദന്മാരുടെ സിനഗോഗുകൾ ഉണ്ടോ എന്ന. ഉണ്ടെങ്കിൽ ആദ്യം അവിടെ പോയി പ്രസംഗിക്കും, അതിനുശേഷം ജാതികളുടെ അടുക്കിലേക്ക് പോകും. അതായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത്. എല്ലാവരുടെയും രീതി അത് തന്നെയായിരുന്നു. ആദ്യം യഹൂദൻ, പിന്നെ അവൻ, അങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഈ ആശയം കിട്ടുന്നത്. ഇവരെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം എന്നുള്ള ആശയം കിട്ടുന്നത് അവിടെ നിന്നാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാം? പഠിപ്പിക്കാനായിട്ട്, വചനം പഠിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് അതിനെ കണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുക. ഇപ്പൊ തയ്യാറെടുപ്പിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാഠവിഷയം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പാഠ്യ പദ്ധതി നമ്മൾ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പം ബ്രദറൻ സഭകൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ബ്രദറൻ സൺഡേ സ്കൂൾ ഉണ്ട്. സൺഡേ സ്കൂളിന്റെ പുസ്തകങ്ങളുണ്ട്. അത് ചെറിയ ക്ലാസ് മുതൽ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷും മലയാളത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ക്ലാസ്സുകളുണ്ട്. കൃത്യമായ ഏജ് അടിസ്ഥാനത്തിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠന പദ്ധതിയാണ് അത്. അപ്പൊ അത് നമുക്ക് അവൈലബിൾ ആയിട്ട് ബുക്കുകൾ അവൈലബിൾ ആണ്, അതിന്റെ വർക്ക് ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് വാങ്ങുക, എന്ത് ചെയ്യുക, കുട്ടികളെ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കൃത്യമായ ക്ലാസ് അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും.
എന്തെങ്കിലുമൊക്കെ ടീച്ചിങ് എയ്ഡുകൾ ആവശ്യമാണെങ്കിൽ ഒന്നിനെങ്കിലും അവരോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനല്ല, അതല്ല ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് അവൈലബിൾ ആയ ഭാഷയിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായി നമ്മുടെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം പരിഭാഷകൾ നിലവിലുണ്ട്. അതുകൊണ്ട് ആ ഭാഷ ഇന്ന് പഠിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. അതുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്. ഇത് ആ ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഇല്ല. നമ്മുടെ ഉദ്ദേശം സൺഡേ സ്കൂൾ നടത്താനുള്ളതല്ല, അല്ലാതെ ലാംഗ്വേജ് പഠിക്കാന്നുള്ളതല്ല. ഓക്കെ, നമ്മുടെ ഉദ്ദേശം സൺഡേ സ്കൂൾ നടത്താനുള്ളതല്ല, ലാംഗ്വേജ് പഠിക്കാന്നുള്ളതല്ല. കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം? അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അവർക്ക് വേണ്ടി പാഠ്യ പദ്ധതികൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ആ പുസ്തകങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് ടീച്ചിങ് എയ്ഡുകളുണ്ട്, ടീച്ചർമാർക്കുള്ള പുസ്തകങ്ങളുണ്ട്, ഒപ്പം കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യാം, മേടിക്കാം, അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൃത്യമായി അവരുടെ ഏജ് അനുസരിച്ച് പഠിപ്പിക്കാൻ തക്ക രീതിയിലുള്ള പുസ്തകങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇപ്പോഴാണെങ്കിൽ ഓൺലൈനിലും ഇത്തരം സൺഡേ സ്കൂളൊക്കെ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ പഠിക്കാനായിട്ട് 7 മണി മുതൽ 8 മണി വരെ എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളുകളുണ്ട്. അത് അങ്ങനെ അതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അല്ല, നമ്മുടെ സഭകളിൽ പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. സൺഡേ സ്കൂൾ ട്രെയിനിങ്ങിനായിട്ട് പോലും നമുക്ക് ടീമുകളുണ്ട്. നമ്മുടെ സഭയിൽ ഒരു 2 പേര് 3 ടീച്ചേഴ്സ് ഉണ്ട് പഠിപ്പിക്കാനെങ്കിൽ, ഈ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആളുകളുണ്ട്. ടീച്ചർമാരെ ട്രെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. സൺഡേ സ്കൂൾ ട്രെയിനിങ് ടീമുകളുണ്ട്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരൊരു ദിവസം വന്ന് ടീച്ചർമാർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കും. ടീച്ചർമാർക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് പ്രോപ്പറായി പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആളുകൾ ഉണ്ട് ഓൾറെഡി. അപ്പൊ അവരെ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, അപ്പൊ അവർ വന്നോളും. അവർ വന്ന് ഒരു ദിവസത്തെ ക്ലാസ്, 8 മണിക്കൂറത്തെ ക്ലാസ് ആണ്, അത് ട്രെയിനിങ് ആണ്. ആ 8 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരു വർഷം കുട്ടികളെ പഠിപ്പിക്കാമെന്നും എന്തെല്ലാം കാര്യം ചെയ്യണമെന്നുമുള്ള ഒരു അവയർനെസ് ആ കാര്യത്തിനകത്ത് കിട്ടും. അപ്പൊ VBS-നും ഉണ്ട് ട്രെയിനിങ്ങുകളുണ്ട്. VBS-ന് ട്രെയിനിങ്ങുകളുണ്ട്, സൺഡേ സ്കൂൾ ട്രെയിനിങ്ങുകളുണ്ട്, അല്ലെങ്കിൽ ലീഡേഴ്സ് ട്രെയിനിങ്ങുകളുണ്ട്. ഇതിൽ ഏതിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. അത് നമ്മുടെ സഭയിൽ വന്ന് നമ്മുടെ അവൈലബിൾ അവർ പഠിപ്പിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് അത് ഉപയോഗിക്കാനായിട്ട് മാക്സിമം നമ്മൾക്ക് സാധിക്കണം. അപ്പൊ ഓരോ സൺഡേ സ്കൂളിലും കൃത്യമായി കുട്ടികളെ എന്ത് ചെയ്യാം, തിരിച്ചിരുത്തുക. അതിന് വേണ്ട ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അവരെ ആ രീതിയിൽ അവരുടെ ഏജ് അനുസരിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പഠിപ്പിച്ച് കൊണ്ടുപോവുക. ഇതൊരു സഭയുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുക. ഒരു സഭയുടെ ഉത്തരവാദിത്വമാണ് ആ സഭയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വചനം പഠിച്ച് കൃത്യമായി വളരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓൾറെഡി മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് വർഷത്തിൽ ഒരിക്കൽ ഒരു പരീക്ഷയൊക്കെ നടത്തി അവർക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നതും ഒരു നല്ല ശീലം ആണ്. ദുശീലങ്ങളൊക്കെ മാറ്റണം. ദുശീലങ്ങളെല്ലാം മാറ്റണം. നല്ല ശീലങ്ങൾ മാത്രമേ. അങ്ങനെ ഒരിക്കലും പാടില്ല. അത് കോമ്പറ്റീഷൻ അല്ല, ഇവാലുവേഷൻ ആകേണ്ടത്. പഠിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, ഇവരോട് ഇവാലുവേഷൻ നടത്തുക മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അത്രേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നടത്താൻ കഴിയുന്ന ഒന്നാണ്, എന്തെങ്കിലും പ്രത്യേക മീറ്റിങ്ങുകൾ വേണമെങ്കിൽ നടത്താം. സ്പെഷ്യൽ മീറ്റിങ്ങുകളൊക്കെ സഭയ്ക്ക് വേണമെങ്കിൽ നടത്താം. അതിനൊരു പ്രത്യേക തീം ഉണ്ടായിരിക്കും എപ്പോഴും മീറ്റിംഗ് നടത്തുമ്പോൾ. ഒന്നെങ്കിൽ ഒരു ഫെലോഷിപ്പിനായിരിക്കണം, അല്ലെങ്കിൽ അതിന് പ്രത്യേക വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ബൈബിൾ ക്ലാസ്സുകൾ നടത്താം. അല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു മീറ്റിങ്ങുകൾ നടത്താം. അങ്ങനെ സ്പെഷ്യൽ മീറ്റിംഗ് എന്ത് ചെയ്യാൻ സാധിക്കും, സഭകളിൽ വെക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ സൺഡേ സ്കൂളും യൂത്ത് മീറ്റിങ്ങും സഭയിൽ മസ്റ്റാണ്. സൺഡേ സ്കൂളും യൂത്ത് മീറ്റിംഗും പ്രോഗ്രാം ഒരു ഫോർമാറ്റ് തന്നെയാണ്. അവർക്കും അവൈലബിൾ ആയ മെറ്റീരിയൽസ് ഉണ്ട്, അത് വാങ്ങിച്ച് എന്ത് ചെയ്യാം, പഠിപ്പിക്കാനുള്ളതാണ്. ഇത് രണ്ടും നിർബന്ധമായി നടത്തണം. പിന്നെ യൂത്ത് മീറ്റിങ്ങിനകത്ത് നമ്മുടെ യുവാക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ, അവരുടെ സംശയങ്ങൾ പറയാനുള്ള ഒരു അവസരം കൊടുക്കണം. ഒരു ഓപ്പൺ ചർച്ച അവിടെ ഉണ്ടാകണം. അതായത് ഇവർ പോകുന്ന പുറത്തുള്ള സ്ഥലത്ത് കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട്, പല അറിവുകളുണ്ട്. ഈ അറിവുകൾ പലതും ഇവർക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ സ്ഥലമില്ല. നമ്മുടെ സഭകൾ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ സംശയങ്ങൾ ചോദിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഡൗട്ടുകൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു അവസരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ യൂത്ത് മീറ്റിങ്ങുകളെ കൂടെ ഒന്ന് മാറ്റണം. ആ സഭയ്ക്ക് അനുയോജ്യമാണെങ്കിൽ നടത്താം, ആ സഭയ്ക്ക് അനുയോജ്യമല്ലെങ്കിൽ നടത്താം. അതിനകത്ത് പ്രത്യേകമായ കാര്യമൊന്നും ഓരോ വെറുതെ പിന്നെ ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് ഒരിക്കലും ഒന്നും അരോചകമായി തോന്നരുത്. എല്ലാം അതിൻ്റെതായ ഉചിതമായ രീതിയിലാണെങ്കിൽ ഏത് സാധനം നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം കുറച്ചു പേർക്ക് അതിന്റെ കൂടെ പാടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഇപ്പൊ ഒരാൾ ഗിറ്റാർ വായിച്ചാൽ അല്ലെ കീബോർഡ് വായിച്ചാൽ അതിന്റെ കൂടെ പാടണമെങ്കിൽ ഈ സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുള്ള ആളായിരിക്കണം. അല്ലാതെ ഒരുമിച്ച് പാടുന്നത് എല്ലാവർക്കും ചേർന്ന് പാടാം. പക്ഷെ ഇതിന്റെയൊക്കെ കൂടെ പാടണമെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് അറിവ് ഉണ്ടാകണം. അപ്പൊ ഇത് അലങ്കോലമാകും. അതുകൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നതിനുള്ളൊരു ദോഷം നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാൻ കഴിയും. പക്ഷെ എല്ലാവരും കൈയടിച്ച് പാടിയാൽ ആ കൂടെ എല്ലാവർക്കും പാടാം, എല്ലാവർക്കും പങ്കെടുക്കാം. അതിന്റെ അർത്ഥം മറ്റേ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. പണ്ട് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചതിന്റെ കാരണം എല്ലാവരും ഒരുപോലെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സഭയിൽ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ പാടാൻ കഴിയുമെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ചു. മറ്റൊരു സഭയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെയാ, അവിടെ ഇങ്ങനെയാ, ഇവിടെ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ആ ഓരോരോ സഭയ്ക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യം ശുശ്രൂഷകളിലുണ്ട്. അത് മൂപ്പന്മാരും വിശ്വാസികളും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഏറ്റവും ഉചിതമായ രീതിയിൽ ചെയ്യുക എന്ന് മാത്രമേ അതിനകത്ത് ഉള്ളൂ. കാരണം ഒരു കൃത്യമായ പഠിപ്പിക്കൽ ബൈബിളിനകത്തില്ല. നിങ്ങൾ ഇങ്ങനെ നടത്തണം എന്ന് ബൈബിളിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓരോ പ്രദേശം അനുസരിച്ചും അവിടെ കടന്നു വരുന്ന ആളുകളുടെ നിലവാരം അനുസരിച്ചും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി നടത്തുക എന്ന് മാത്രമേ അതിനകത്ത് ഒരു അഭിപ്രായമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വിവാഹ നിശ്ചയവും വിവാഹത്തിലേക്കും വരാം. ആ രണ്ടും കൂടെ, വിവാഹ നിശ്ചയവും വിവാഹവും. ശരിക്കും നമ്മുടെ ഈ ശുശ്രൂഷകൾ പലപ്പോഴും അലങ്കോലമാകാറുണ്ട്. ഒന്ന് പ്രോപ്പറായി നടക്കാത്ത പല സംഭവങ്ങളും വിവാഹ നിശ്ചയവും വിവാഹ ശുശ്രൂഷയും. ചില സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുന്നവർക്ക് അരോചകമായി പോകുന്ന രീതിയിലുള്ള ഒരു ക്രമം ഇല്ലാത്തൊരു രീതി പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ക്രമം എന്താണെന്ന് പഠിച്ചിരിക്കണം, എങ്ങനെയാണ് നടത്തേണ്ടതെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന്റെ ക്രമം എന്ന് പറയുന്നത്, ഈ ക്രമത്തിന് മുൻപിൽ തയ്യാറെടുപ്പുണ്ട്. ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു തയ്യാറെടുപ്പ് ഉണ്ട്. ആ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ആരാണ് ഈ ശുശ്രൂഷ നയിക്കേണ്ടതെന്ന് എന്ത് ചെയ്യണം? മുൻകൂട്ടി തീരുമാനിക്കണം. വിവാഹ ശുശ്രൂഷ ലീഡ് ചെയ്യേണ്ട ആളെ എന്ത് ചെയ്യണം? മുൻകൂട്ടി അന്ന് രാവിലെ അല്ല തീരുമാനിക്കേണ്ടത്. അതിനൊക്കെ മുൻപ് ആ കുടുംബവുമായി സംസാരിച്ച്, സഭയിലെ ഒരു പ്രധാന വ്യക്തികൾ ചെന്ന് സംസാരിച്ച് എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ മുൻകൂട്ടി ആര് ലീഡ് ചെയ്യണം, ആര് പ്രസംഗിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കണം. പിന്നീട് വിവാഹ നിശ്ചയ രേഖ മുൻകൂട്ടി തയ്യാറാക്കണം. അതിനൊരു ഫോർമാറ്റ് വിവാഹ നിശ്ചയ രേഖയ്ക്ക് ഉണ്ട്. ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകനും ഇന്ന ആളുടെ മകളും തമ്മിലുള്ള വിവാഹ നിശ്ചയ രേഖ എന്നുള്ളത് അതൊരു ഫോർമാറ്റ് ഉണ്ട്. അത് എന്ത് ചെയ്യണം? അത് മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. അന്നേരമല്ല എഴുതേണ്ടത്. അന്നേരം വന്നിരുന്ന് എഴുതി വന്നിരിക്കുന്നവരെല്ലാം ഇങ്ങനെ എന്തോന്നും അറിയില്ല, നിങ്ങൾ നോക്കിയിരുന്ന് വെറുതെ സമയം കളയുന്ന പരിപാടി പാടില്ല. പ്രസംഗിക്കേണ്ടയാളെ നയിക്കേണ്ടയാളെ മുൻകൂട്ടി തീരുമാനിക്കുക. വിവാഹ നിശ്ചയ രേഖ മുൻകൂട്ടി തീരുമാനിക്കുക, മുൻകൂട്ടി തയ്യാറാക്കുക. പിന്നീട് ഈ വിവാഹ നിശ്ചയത്തിന്റെ ഒരു പ്രധാന ഘട്ടമാണ് ഈ പെൺകുട്ടിയുടെ പിതാവോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മാവനോ ആൺകുട്ടിയുടെ പിതാവോ അമ്മാവനോ ഒക്കെ വന്ന് എന്താ വിളിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയാന്നുള്ളത്. അപ്പൊ ഇത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കണം. എന്താ പറയേണ്ടതെന്ന് സഭയിലെ മൂപ്പന്മാർ എന്ന് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കണം. സഹോദരൻ നാളെ ശുശ്രൂഷിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളാ പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ചിലര് വന്നിട്ട് ഏതാണ്ടൊക്കെ പറയും, ഞങ്ങൾ അന്ന് കാണാൻ പോയി, പിന്നെ അവിടെ പോയി, പിന്നെ ഇവിടെ പോയി, പിന്നെ അവിടുന്ന് അവർ വന്നു, ഇവിടുന്ന് ഇവർ വന്നു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതൊന്നും വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചന വന്നു, ഞങ്ങളുടെ മകൾക്ക് ഒരു ആലോചന വന്നു, ഇന്നതാണ് കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഇത് ഉചിതമാണെന്ന് തോന്നി, അതിന് വിവാഹം നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അതെന്താണ് പറയേണ്ടതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ മുൻകൂട്ടി കൊടുക്കണം. ഇനി ചെറുക്കന്റെ പിതാവോ അല്ലെങ്കിൽ വേറെ ആരാണോ പറയുന്നത്, അദ്ദേഹത്തിനും വേണ്ട ഒരു നിർദ്ദേശം കൊടുക്കണം. എന്താ പറയേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നിർദ്ദേശം കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് മുന്നൊരുക്കം എന്ന് പറയുന്നത്. ഒന്ന്, ചെയ്യേണ്ടയാളെ അതൊക്കെ പറയണം. അത് സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഒന്ന്, ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുക. അതായത് പ്രസംഗിക്കേണ്ടയാളെയും ലീഡ് ചെയ്യേണ്ടയാളെയും മുൻകൂട്ടി തീരുമാനിക്കുക. ഒപ്പം തന്നെ വിവാഹ നിശ്ചയ രേഖ തയ്യാറാക്കുക.
ആ പ്രധാന ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, അത് മുൻകൂട്ടി അറിയിക്കുക. ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് മുൻകൂട്ടി പറയുക. ഇനി വിവാഹ ചടങ്ങിന്റെ ക്രമം എന്ന് പറയുന്നത് ആദ്യം ഒരു സ്വാഗതവും ഒരു പ്രാരംഭ പ്രാർത്ഥനയുമാണ്. പിന്നീട് അതിഥികളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക. പിന്നീട് ഒരു പാട്ട്, ഒരു ഗാനം ആലപിക്കാവുന്നതാണ്. പിന്നീട് വിവാഹ നിശ്ചയത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വിശദീകരിക്കണം. അടുത്ത കാര്യം തിരുവെഴുത്തിലെ ഭാഗങ്ങൾ വായിക്കാം. എന്താണ് വിവാഹ നിശ്ചയം എന്ന ഭാഗങ്ങൾ വായിക്കാം. പിന്നീട് വിവാഹ നിശ്ചയത്തിന്റെ പ്രഖ്യാപനമാണ്. അതായത് ഇവർ രണ്ടുപേരും വന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഉള്ള പ്രതിനിധി വന്ന് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുന്ന ഉദ്ദേശം ഇതാണ് എന്ന് പറയും. അപ്പോൾ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞ കാര്യമെല്ലാം ശരിയാണ്, ദൈവഹിതമായ ഇത്രാം ദിവസം ഇത്രാം മാസം ഇന്ന വർഷം ഇന്ന സ്ഥലത്ത് വെച്ച് വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അതിന്റെ വരന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്ന് പറയും. ഇങ്ങനെയാണ് വിവാഹ നിശ്ചയ ശുശ്രൂഷ നടത്തേണ്ടത്. അതിനുശേഷം ഒരു ചെറിയ പ്രസംഗം, 20 മിനിറ്റ് വല്ലതും ഉള്ള ഒരു ചെറിയ പ്രസംഗം നടത്തുക. നല്ല ആഹാരം കൊടുത്ത് അവരെ പറഞ്ഞു വിടുക, നന്ദി പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ചടങ്ങ്, ഇതിന്റെ ക്രമം. ഓക്കെ, ഇതാണ് ഇതിന്റെ ക്രമം. അപ്പം ഇതിനകത്ത് നിർബന്ധമായി ഉണ്ടാകേണ്ട ഒന്നാണ് എന്തിനു വേണ്ടി വിളിച്ചു എന്ന് പറയുക. ആ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ചെറുക്കന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണ്, ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, ഇന്ന ദിവസം വിവാഹം നടക്കും എന്ന്, ദൈവഹിതമായ വിവാഹം നടക്കുമെന്ന് പ്രഖ്യാപിക്കാനുള്ളത്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ചെയ്യേണ്ടത്. പിന്നീട് അതിനിടയ്ക്ക് അവരെ പരിചയപ്പെടുത്താം, വരനെയും വധുവിനെയും പരിചയപ്പെടുത്താം, വീട്ടുകാരെ, ഇതൊക്കെ ചെയ്യാം. പക്ഷെ പ്രധാന ശുശ്രൂഷ ഇതാണ്. ഇത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, നടക്കണം. ഒരുപാട് സമയം ഇതിനു വേണ്ടി നഷ്ടപ്പെടുന്നത് നല്ലതല്ല. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് വിവാഹ നിശ്ചയത്തിന്റെ ഒരു ഒരുക്കം എന്ന് പറയുന്നത്. വിവാഹ നിശ്ചയം എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് അതിന്റെ ഒരു ക്രമം. ഓക്കെ, പ്രാർത്ഥന, വിവാഹത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുക, ഒരു തിരുവെഴുത്തിന്റെ ഭാഗം, അതുമായി ബന്ധപ്പെട്ട തിരുവെഴുത്തിന്റെ ഭാഗം വായിക്കുക, വിവാഹ നിശ്ചയത്തിന്റെ പ്രഖ്യാപനം നടത്തുക, ആ നിശ്ചയ രേഖ പരസ്പരം കൈമാറുക, ഒരു ചെറിയ സന്ദേശം കൊടുക്കുക, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പ്രത്യേകമായിട്ടൊന്നും ബൈബിളിനകത്തില്ല. മാന്യമായ വസ്ത്രം ധരിക്കാൻ മാത്രമേ ഉള്ളൂ. ഏത് വസ്ത്രവും ധരിക്കാം, പക്ഷെ മാന്യമായിരിക്കണം. സഹോദരിമാർ തല മൂടണം എന്നുള്ളതാണ് കൽപ്പന. മാന്യമായ വസ്ത്രം ധരിക്കാന്ന് മാത്രമാണ് നമുക്ക് ഉള്ളത്. അത് വിശ്വാസികളായ സഹോദരിമാർ ചെയ്യേണ്ടതും ആവശ്യമാണ്. പക്ഷെ എന്തിനു തല മൂടുന്നതെന്ന് പലർക്കും അറിയത്തില്ല. ഈ സഹോദരിമാർക്ക് പലർക്കും എന്തിനാണ് തല മൂടുന്നതെന്ന് അറിയത്തില്ല. വെറുതെ അങ്ങ് മൂടുന്ന ആളുകളും ഉണ്ട്. ഇത് മൂടുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്, ഒരു മീനിങ് ഉണ്ട്. തല മൂടുന്നതിന് ഒരു മീനിങ് ഉണ്ട്. ഈ മീനിങ് എന്ന് പറഞ്ഞാല് അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ തല പുരുഷൻ, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവം. ഓക്കെ, അപ്പൊ സ്ത്രീ, പുരുഷൻ, ക്രിസ്തു, പിതാവായ ദൈവം. സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നു സ്ത്രീ എന്ത് ചെയ്യണം, തല മൂടണം. പുരുഷനോട് പറഞ്ഞിരിക്കുന്നു പുരുഷൻ തല മൂടാനായിട്ട് പാടില്ല. അപ്പൊ നമ്മുടെ സഭായോഗങ്ങളിൽ സഹോദരിമാര് തലയിൽ മൂടുപടം ഇടുമ്പോൾ, മൂടിയിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ആന്തരികമായ അർത്ഥം അവരുടെ തലയായ പുരുഷന് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ സഹോദരിമാരുടെ തലയാണ്, സ്ത്രീയുടെ തലയാണ് പുരുഷൻ. അപ്പൊ സ്ത്രീകൾ തല മൂടിയിടുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ തലയായ പുരുഷന് ഇവിടെ എന്തില്ല, പ്രസക്തിയില്ല, മഹത്വമില്ല. നമ്മൾ തല മൂടാതിരിക്കുന്നതിന്റെ അർത്ഥം നമ്മുടെ തലയായ ക്രിസ്തുവിന് ഇവിടെ പ്രസക്തിയുണ്ട്, മഹത്വമുണ്ട് എന്നാണ്. ഇത് അതിന്റെ ആക്ഷരികമായ അർത്ഥം, ആന്തരികമായ അർത്ഥം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രസംഗിക്കുന്ന സമയത്ത് എന്റെ മുമ്പിലുള്ള സഹോദരിമാർ തല മൂടിയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ, എനിക്ക് ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല. എന്റെ തല മൂടാതിരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്താണ്, എന്റെ തലയായ ക്രിസ്തുവിനാണ് ഇവിടെ എല്ലാം മഹത്വവും. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. ഈ അർത്ഥം അറിഞ്ഞു വേണം എന്ത് ചെയ്യാൻ, നമ്മൾ തല മൂടാനായിട്ട്. കാരണം തലയാണ്, പുരുഷന്മാർ മൂടരുതെന്ന് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. പുരുഷന്മാർ തല മൂടാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സ്ത്രീകൾ മൂടുകയും വേണം.
പഠിക്കാത്തത് കൊണ്ടാണ്. ഇത് റോമൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, റോമൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട്, അത് പാഗൻ കൾച്ചറുകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് വന്നിട്ടുള്ള ആചാരപരമായ കാര്യമാണ്. പക്ഷെ മൂടാൻ പാടില്ല എന്നുള്ളതാണ് ബൈബിളിന്റെ. പുരുഷന്മാർ മൂടാൻ പാടില്ല, സ്ത്രീകൾ തല മൂടണം എന്നുള്ളതാണ് കൽപ്പന. ഓക്കെ, നമുക്ക് വിവാഹത്തിന്റെയും കൂടെ ശുശ്രൂഷാക്രമം നോക്കിയിട്ട് നമുക്ക് ഈ ആദ്യത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. വിവാഹത്തിന്റെ തയ്യാറെടുപ്പ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ്. തയ്യാറെടുപ്പ് എല്ലാം സെയിം ആണ്. ശുശ്രൂഷകൾ വിശ്വാസം നേരത്തെ അറിയിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ആദ്യത്തെ പ്രാർത്ഥന മുതൽ അവസാനത്തെ പ്രാർത്ഥന വരെ ചെയ്യുന്നത് ആരാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് മുൻകൂട്ടി അറിയിക്കണം. ശുശ്രൂഷകൾ തീരുമാനിക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ അർത്ഥം അവരെ അവഗണിക്കണമെന്നല്ല. വീട്ടുകാർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, എന്റെ കല്യാണം ഇന്നയാൾ നടത്തുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അത് അവർ തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം വെച്ചിട്ടായിരിക്കും. ഒരുപക്ഷെ മെന്റർ ആയതുകൊണ്ടായിരിക്കും, ഒരു ആത്മീയമായ ബന്ധം ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കണം എന്റെ കല്യാണം നടത്തുന്നത് ഇന്നയാളാണ് ഞാൻ ആഗ്രഹിക്കുന്നു, അത് സഭയെ അറിയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് നൽകി തരണം. സഭയ്ക്ക് തീരുമാനമാണ്, സഭയാണ് വിളിക്കേണ്ടത്. ഇപ്പൊ എന്നെ ഒരാള് ഒരു ശുശ്രൂഷയെ വിളിച്ചാലും വ്യക്തികൾ വിളിച്ചാൽ ഞാൻ പോകത്തില്ല, സഭ വിളിച്ചാലേ പോകുള്ളൂ. കാരണം സഭയാണ് വിളിക്കേണ്ടത്. അപ്പൊ സഭയെ ഞാൻ അറിയിക്കണം, എന്റെ കല്യാണം നടത്തേണ്ട ഇന്നയാളാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സഭയെ ഞാൻ അറിയിക്കുന്നു. അപ്പൊ സഭ എന്ത് ചെയ്യുന്നു? ആ ആളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു, വിളിക്കുന്നു. അപ്പൊ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് സഭയാണ്. പക്ഷെ ഒപ്പം ആ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഒരു ബാധ്യത സഭയ്ക്കുണ്ട്. അപ്പൊ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് താല്പര്യം, പ്രത്യേകമായ ആരെങ്കിലും വരേണ്ടതുണ്ടോ? എല്ലാം ഒരു ഉചിതമായ രീതിയിൽ നടത്തുകയാണ് മാത്രം ഇതിനകത്ത്. നമുക്ക് ഇതിനകത്തൊന്നും വ്യവസ്ഥ വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനകത്തൊന്നും ഒരു നിയമം ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും കൽപ്പന ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ എല്ലാം മാന്യമായ രീതിയിൽ ഉചിതമായി ചെയ്യുക എന്ന് മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ. ലളിതമാകുന്നതാണ് എപ്പോഴും നല്ലത്, അതെപ്പോഴും ഓർക്കണം. എല്ലാം ലളിതമായി ചെയ്യാൻ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ ആ രീതി നടത്തുക എന്ന് മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ. നമുക്ക് അതിന്റെ ചടങ്ങുകൾ നോക്കാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന്റെ ശുശ്രൂഷ ചടങ്ങിനകത്ത് പ്രധാനമായി പഠിക്കേണ്ട ഒന്നാണ് ഈ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത്. വിവാഹ ശുശ്രൂഷ, ഈ വിവാഹ ശുശ്രൂഷകൾ നടത്തുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്ന്, ഈ വിവാഹം ലീഡ് ചെയ്യുന്നയാള്, അദ്ദേഹത്തിന്റെ കയ്യിലാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അദ്ദേഹം നയിക്കുന്നതനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ലീഡ് ചെയ്യുന്നയാൾ എന്ത് ചെയ്യണം? കൃത്യമായ കാര്യങ്ങൾ ആളുകളെ അറിയിക്കണം. അത് മാസ്റ്റർമാരാകാം, മുഖന്മാരാകാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വിളിച്ച ഒരു അതിഥിയാകാം, ആരുമാകാം, കുഴപ്പമില്ല. MC. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇതിന്റെ ചരട് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വേണം സമയത്തിന്റെ കാര്യം പറയാൻ, അദ്ദേഹം വേണം അടുത്ത ശുശ്രൂഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കാൻ. എല്ലാ കാര്യങ്ങളും കൃത്യമായി ലീഡ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ആണ്. ഒപ്പം തന്നെ ഈ സദസ്സിൽ ഇരിക്കുന്നവർ എങ്ങനെ ഇരിക്കണം എന്ന് കൂടെ ആര് പറയണം? ഈ MC പറയണം. പ്രത്യേകിച്ച് വിശ്വാസികളായ സഹോദരിമാര് തലയിൽ മൂടുപടം ഇടണമെന്നും മൊബൈൽ ഫോണുകൾ അത് സൈലന്റ് ആക്കി വെക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് MC ഉത്തരവാദിത്വമാണ്. അതായത് അധ്യക്ഷൻ എന്നൊക്കെ പറയത്തില്ല, നമ്മള് ലീഡ് ചെയ്യുന്നയാള്, മാസ്റ്റർ ഓഫ് സെറമണി. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് അതിന്റെ ഉത്തരവാദിത്വം ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുക? ആ കാര്യം ലീഡ് ചെയ്യുക, ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അതില് ഞാൻ പറയുന്ന പോലെ ഈ സദസ്സിലുള്ള ആളുകളോട് ഇതൊരു ആത്മീക ശുശ്രൂഷയാണെന്നുള്ള അവബോധം കൊടുത്തിരിക്കണം. തല മൂടിയിരിക്കാൻ പറയുക സഹോദരിമാരോട്. ഇപ്പൊ മൊബൈൽ ഫോണുകൾ സൈലന്റ് ആക്കി വെക്കാനായിട്ട് പറയുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു ആത്മീക അന്തരീക്ഷത്തിൽ ഇരുത്തേണ്ടത് ഇത് അത്യാവശ്യമാണ്. ഓക്കെ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോവുക. നമ്മുടെ സഭയിലുള്ള ആൾക്കാർ നേരത്തെ വന്നിരിക്കണം. ശുശ്രൂഷകൾ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ സഭയിലെ എല്ലാ വിശ്വാസം കൃത്യസഭയിൽ വരാൻ വേണ്ടി പറയണം. ഇത് മുഖ്യമാരുടെ ഉത്തരവാദിത്വമാണ്. ഇത് ചില ആൾക്കാർ കഴിക്കാൻ നേരത്താണ് വരുന്നത്. ആ ഒരു ശീലം ഒഴിവാക്കണം. നമ്മുടെ സഭയിലെ ആൾക്കാരെങ്കിലും എന്ത് ചെയ്യണം? ആദ്യം വന്ന് കൃത്യമായിട്ട് അതിൽ പങ്കെടുത്തിരിക്കണം. അവര് അത് പുറത്തുനിന്ന് വിളിക്കുന്ന ആളുകളാണ്. ഇവരാരും വിശ്വാസികളല്ല.
നമുക്ക് വിശ്വാസികൾ വിളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത്ര വിശ്വാസികൾ ഇല്ലതാനും. വിശ്വാസികൾ ഈ മേഖലയുള്ളവർ വളരെ കുറവാണ്, വളരെ ചുരുക്കമേ ഉള്ളൂ. അതൊക്കെ നേരത്തെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് ഒരു ക്യാമറ മതിയം തീരുമാനിച്ചാൽ മതി. ഈ രണ്ടുപേർക്കും കൂടെ ഒന്ന്, അതാ പറഞ്ഞേ, ശുശ്രൂഷ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും കൂടെ ഒരു മതിയം തീരുമാനിച്ചാൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സഭകളിലാണ് ഇത്രയും ഒരു അരാജകത്വം ഉള്ളത്. എന്നറിയോ, ഞാൻ CS സഭയെന്ന് കർത്താവിനെ അറിഞ്ഞ് മുൻപോട്ട് വന്നയാളാ. CSA ചർച്ചിനകത്ത് കല്യാണം നടത്തുമ്പോ ക്യാമറ അതിനകത്ത് കേട്ടത്തില്ല. അവര് പറ്റത്തില്ല, കേറ്റാൻ പറ്റത്തില്ല. അത് നിയമം അവിടുത്തെ സഭയ്ക്കകത്ത് കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ധൈര്യത്തോടെ പറയാൻ പറ്റിയ ആളുകളില്ല, അങ്ങനെ സംവിധാനം നമുക്കില്ല. ഒരു മൂപ്പനും ഇന്ന് പറയുകയാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തുമ്പോ ക്യാമറ കൂട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടുത്ത ആഴ്ച മറ്റേ സഭയിൽ പോകും. മനസ്സിലായില്ല? അപ്പൊ നമ്മുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംവിധാനം പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണുവിടെ ഒരുമിച്ച് ആലോചിക്കുക, നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചാൽ മതി, തീരുമാനിക്കുക. എത്ര ലക്ഷം മുടക്കിയാലും ഒറ്റ പ്രാവശ്യം താനം കാണത്തുള്ളൂ. അത് ആൽബം ആണെങ്കിലും ശരി, കാസറ്റ് ആണെങ്കിലും ശരി, ഒറ്റ പ്രാവശ്യം കാണത്തുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി വെറുതെ പൈസ മുടക്കി വെറുതെ ആക്കാതെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരാളെ വിളിക്കുക ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. പിന്നെ വിശ്വാസികളെ കിട്ടുമെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അവരെ വിളിക്കുക, അല്ലെങ്കിൽ അല്ലാത്തവരെ വിളിക്കുക. വിളിച്ച് അവരുടെ കാര്യങ്ങൾ പറയുക, ഇങ്ങനെയാണ് ഞങ്ങളുടെ ശുശ്രൂഷകൾ. അത് വളരെ ലളിതമായിട്ടായിരിക്കും, നിങ്ങളായിട്ടൊന്നും ലീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഉള്ള കാര്യം അങ്ങനെ ഷൂട്ട് ചെയ്ത് തരിക എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുക. ഇത് ചെയ്താൽ മതി, അതിനകത്ത് കൂടുതൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അവർക്ക് ലീഡ് ചെയ്യേണ്ട അവസരം കൊടുക്കരുത്, നമ്മളായിരിക്കും ലീഡ് ചെയ്യേണ്ടത്. ആ കാര്യം ഷൂട്ട് ചെയ്യാൻ മാത്രം അവർക്ക് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ കെട്ടാവോ അല്ലെങ്കിൽ ഒന്നുകൂടെ കൈ പിടിക്കാവോ എന്ന് അവർ വിളിച്ച് ചോദിക്കരുത്. കൈ പിടിക്കും, വേണേ ഫോട്ടോ എടുത്തോണം, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ഓക്കെ. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. നമുക്ക് എന്തായാലും ഇവരെ എല്ലാരെയും ഒന്നും വിശ്വാസത്തിൽ കിട്ടത്തില്ല. ചിലപ്പോൾ മുടി നീട്ടിയവനും ചരട് കെട്ടിയവനും തൊപ്പി വെച്ചവനും ഒക്കെ ആണെന്നിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യത്തിനകത്ത്. ഓക്കെ, വിവാഹ ശുശ്രൂഷയിലേക്ക് വരാം. ശുശ്രൂഷ നടത്തുമ്പോൾ അതിനകത്ത് മെയിൻ 3 കാര്യങ്ങൾ. ഓക്കെ, ബാക്ക് ടു ക്ലാസ്. അതിനകത്ത് 3 കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടാകണം. 3 കാര്യങ്ങൾ. 1 സമ്മതം ഉണ്ടാകണം, 2 സ്വീകരണം ഉണ്ടാകണം, 3 പ്രതിജ്ഞ ഉണ്ടാകണം. സമ്മതം, സ്വീകരണം, പ്രതിജ്ഞ. സമ്മതം, സ്വീകരണം, പ്രതിജ്ഞ. പിന്നെ രജിസ്റ്ററിനകത്ത് ഒപ്പുവെക്കണം. പ്രതിജ്ഞ ചെയ്യേണ്ടത് പെൺകുട്ടി ആൺകുട്ടിയോടും ആൺകുട്ടി പെൺകുട്ടിയോടുമാണ്. അല്ലെങ്കിൽ വരൻ വധുവിനോടും വധു വരനോടുമാണ് പ്രതിജ്ഞ ചെയ്യേണ്ടത്. ചില സ്ഥലങ്ങളിൽ ഇത് കാണാതെ പഠിച്ചു പറയുന്നവരുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ വിവാഹം നടത്തുന്നയാള് പറഞ്ഞു കൊടുക്കും, അത് കേട്ട് പറയും. ഏതാണോ ചെയ്യുന്നവർക്ക് ഉചിതം അത് ആ രീതിയിൽ തന്നെ ചെയ്യുക. പക്ഷെ ആദ്യത്തെ ചടങ്ങ് സമ്മതം പറയുക എന്നുള്ളതാണ്. പരസ്യമായിട്ട് ചോദിക്കുക വരനോട്, അരികെ നിൽക്കുന്ന ഈ യുവതിയെ നിന്റെ ഏക ഭാര്യയായി സ്വീകരിക്കാനായിട്ട് സമ്മതമാണ്. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം കൂടെ ചോദിക്കണം. അത് നമ്മൾ കല്യാണം നടത്തുന്നത് കേരളത്തിലുള്ള ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരമാണ്. ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരമാണ് നമ്മൾ കല്യാണം നടത്തുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഇതിനു മുൻപ് ഇപ്പോൾ നടക്കാൻ പോയ വിവാഹത്തിന് മുൻപ് വേറെ വിവാഹങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ഈ നടത്തുന്ന ആളെ ഉറപ്പുവരുത്തിയിരിക്കണം. മനസ്സിലായില്ലേ? ഇത് 2ാം വിവാഹമല്ല, മറ്റേ പാർട്ണർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തിരിക്കണം, ഉറപ്പ് വരുത്തിക്കണം. അപ്പൊ അതിന് നമ്മുടെ സാധാരണ ചെയ്യുന്ന കാര്യം, ഈ വിവാഹത്തിന് തടസ്സമായി ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് രണ്ടുപേരും ചോദിക്കുക ചെയ്യുന്നത്. അത് ചോദിക്കും ശാരീരികമായോ മാനസികമായോ ഭൗതികമായോ ഈ വിവാഹം തടസ്സമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കും. ആത്മീകമായോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കണം. കാര്യങ്ങളൊന്നുമില്ല, ഒരു തടസ്സങ്ങളും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കണം, ഈ അരികെ നിൽക്കുന്നയാളെ നിന്റെ പങ്കാളിയായി സ്വീകരിക്കാനായിട്ട് നിനക്ക് മനസ്സുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അവരെന്ത് പറയുന്നുള്ളതല്ല, ഇതാണ് അതിന്റെ ഓർഡർ ഓഫ് സർവീസ്. ഇതാണ്, അത് അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ നടത്തുന്ന കല്യാണങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ മാരേജ് ആക്ട് പ്രകാരം നടത്തുന്നയാൾ ഇത്തരം കാര്യം അറിഞ്ഞിരിക്കണം, ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ നടത്തുന്നയാൾക്ക് കുറ്റം, അദ്ദേഹമാണ് ശിക്ഷപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദിച്ചിരിക്കണം, അത് നിർബന്ധമായിട്ട് ചോദിക്കേണ്ട ഒന്നാണ്. അപ്പൊ അത് പൊതുവിൽ ചോദിക്കണം. ആദ്യം തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കണം, അത് നിർബന്ധമായി ചോദിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം നമ്മുടെ പേര് ബോർഡിൽ എഴുതിയിടണം.
അത് ആ നിയമം അതാണ്. അപ്പൊ നമ്മൾക്കുള്ള നിയമത്തിൽ കീഴ്പ്പെടണം നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇത് ആദ്യ വിവാഹമാണെന്നും ഇത് കൃത്യമായിട്ടാണെന്നുമുള്ള കാര്യം അവർ സമ്മതിക്കണം. പൊതുവിൽ രണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവുമാകാൻ സമ്മതമാണെന്നുള്ള കാര്യം ഒരു പബ്ലിക്കായിട്ട് പറയണം. മൂന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ, ഈ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഇവരെ കരങ്ങൾ കൊടുത്ത് സ്വീകരിക്കണം. അതാണ് പരസ്പര സ്വീകരണം. അപ്പൊ പരസ്പര സമ്മതം, രണ്ട് പരസ്പര സ്വീകരണം. ഈ സ്വീകരണത്തിന്റെ കാര്യം കരങ്ങൾ കൊടുത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രധാന തത്വം ഇത്രയേ ഉള്ളൂ: എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് പരമാർത്ഥമായിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നു എങ്കിൽ കൈതരിക. ഇതാണ് ബൈബിളിന്റെ ന്യായം. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് പരമാർത്ഥമായിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവെങ്കിൽ കൈതരിക. ഇതാണ് ബൈബിളിന്റെ വ്യവസ്ഥ. അപ്പൊ ആ വ്യവസ്ഥ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പരസ്പരം നമ്മൾ സ്വീകരിക്കുന്നത്. സ്വീകരിച്ച ശേഷം ഈ കരങ്ങൾ തമ്മിൽ മാറ്റാതെ, മുഖത്തോട് മുഖം നോക്കി എന്ത് പറയണം? പ്രതിജ്ഞ പറയണം. ഓക്കെ, ആ പ്രതിജ്ഞ പറയുമ്പോൾ അത് ദൈവത്തെ സാക്ഷി നിർത്തിയാണ് പറയുന്നത്. ത്രിയേക ദൈവത്തെ സാക്ഷി നിർത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രതിജ്ഞ പറയുന്നത്. ആ പ്രതിജ്ഞ മുഖത്തോട് മുഖം നോക്കി തന്നെ പറയണം. ചിലര് കാണാതെ പഠിച്ചു പറയും, ചിലര് കേട്ട് നടത്തുന്ന ആള് പറഞ്ഞു കൊടുക്കും, അവരേറ്റു പറയും. അതൊക്കെ ഏതാണെങ്കിലും കുഴപ്പമില്ല. ചെറുക്കനും പെണ്ണിനും കാണാതെ പഠിച്ച് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? കാണാതെ പഠിച്ച് പറഞ്ഞോട്ടെ. അല്ല, നോക്കി വായിക്കാനാണ് അവർക്ക് ഇതെങ്കിൽ നോക്കി വായിച്ച് പറയട്ടെ. അല്ല, പറഞ്ഞു കൊടുത്താൽ മതിയെങ്കിൽ എന്ത് ചെയ്യട്ടെ? പറഞ്ഞു കൊടുത്ത് അതൊക്കെ അതിനങ്ങ് വിട്ടേക്കുക. അതിനകത്തൊന്നും നമ്മൾ കയറി എന്ത് ചെയ്യണ്ട. ഒരു ഇത് നമ്മളിത് പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നടത്തുമ്പോ ഇപ്പൊ നമ്മുടെ മക്കളെല്ലാം പറയാം, ഇങ്ങനെ നടത്തിയാൽ മതി എന്ന് പറയാം. നമുക്ക് പൊതുവിൽ എന്തൊന്നും അഭിപ്രായം പറയേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. പക്ഷെ ഈ മൂന്നും ഉണ്ടാകണം: സമ്മതം ഉണ്ടാകണം, സ്വീകരണം ഉണ്ടാകണം, പ്രതിജ്ഞ ഉണ്ടാകണം. അതിനുശേഷമാണ് വിവാഹ രജിസ്റ്ററിനകത്ത്, സഭയുടെ വിവാഹ രജിസ്റ്ററിനകത്ത് ഒപ്പുവെക്കുന്നത്. ഒപ്പുവെക്കുമ്പോൾ തന്നെ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? സഭ ഇഷ്യൂ ചെയ്യും. സഭ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് 14 ദിവസമാണെന്ന് തോന്നുന്നു, എന്റെ അറിവ് ശരിയാണെങ്കിൽ. 14 ദിവസത്തിന് മുൻപ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്നുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കണം. അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് കിട്ടും, ഇവിടെ വെച്ച് നടന്നുള്ളത് തന്നെ. ആ സർട്ടിഫിക്കറ്റ് പോയി വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി എന്ത് ചെയ്യണം? ആ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇരിക്കുന്നത് ഇത് മുനിസിപ്പാലിറ്റി ആണെന്ന് തോന്നുന്നു. പഞ്ചായത്ത് ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്ത് എന്ത് ചെയ്യാം? നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഇത്ര ദിവസം വാല്യൂഡ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. അതെ, അതുപോലെ തന്നെ പോയി കൊണ്ട് കൊടുത്താൽ മതി. അവരെന്ത് ചെയ്യും? അവരുടെ ഫോർമാറ്റിലേക്ക് ആക്കി സർട്ടിഫിക്കറ്റ് തരും. അത് വിവാഹത്തിൽ കൊടുക്കുമ്പോഴാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യണം, ഇന്ന് മുതൽ ഇവർക്ക് ഇന്ത്യൻ നിയമപ്രകാരവും വേദപുസ്തകത്തിന്റെ നിയമപ്രകാരവും ഭാര്യ ഭർത്താക്കളെ ജീവിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. ആ സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ട് ആ കാര്യം പറയാം. അത് പറയണം, ശുശ്രൂഷ നടത്തുന്ന ആളത് പറയണം. അതായത് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. കൊടുക്കുമ്പോ പറയണം, ഇന്ന് മുതൽ ഇന്ത്യൻ നിയമപ്രകാരവും വേദപുസ്തക നിയമപ്രകാരവും ഇവർക്ക് രണ്ടുപേർക്കും ഭാര്യയും ഭർത്താവുമായി ജീവിക്കാനുള്ള അനുവാദം ഉണ്ട്. പിന്നെ നടന്ന ആൾക്കാർ പലപ്പോഴും ഈ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് ശുശ്രൂഷയുടെ വേളയിൽ പറയാറുണ്ട്. അതൊക്കെ പറയുന്നത് നല്ലതാണ്, കാരണം ആ കാര്യത്തിൽ അവയർനെസ് അവർക്ക് കിട്ടും. ആ പഠിപ്പിക്കലൊക്കെ നല്ലതാണ്. പ്രധാനപ്പെട്ട രീതികൾ, ശുശ്രൂഷ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്: സമ്മതം ഉണ്ടാകണം, സ്വീകരണം ഉണ്ടാകണം, പ്രതിജ്ഞ ഉണ്ടാകണം, രജിസ്റ്ററിനകത്ത് ഇവര് ഒപ്പുവെക്കണം. പിന്നെ ശുശ്രൂഷ നടത്തുന്നയാള് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ കാര്യം പ്രസിദ്ധീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണം. പിന്നീട് ആശംസകൾ വേണമെങ്കിൽ പറയാം. അത് സമയത്തിന്റെ പരിമിതി പോലെയും ഓരോ ഇതിന്റെ അനുസരിച്ചാണ്. ഈ ആശംസയൊന്നും ഒരുപാട് പറഞ്ഞ് നീട്ടി എന്ന് പറയുന്നത് ഇത് കളയാതിരിക്കുന്നതാണ് നല്ലത്. ചിലയിടത്തൊക്കെ ആശംസ കേട്ട നമുക്ക് തന്നെ എന്ത് പറയും, അരോചകമായി തോന്നുന്ന പല ആശംസകളും ഒക്കെ ഇന്നത്തെ കാലത്തുണ്ട്. മറ്റുള്ളവരെ ഈ മഹത്വം മനുഷ്യന് ചേരുന്നതല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ ഉയർത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ വേണ്ടാന്ന് തീർത്ത് പറയുകയല്ല, പക്ഷെ
ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യണം. ഒരുപക്ഷെ അവരെ അനുഗ്രഹിക്കുന്ന ചില വാക്കുകൾ പറയാം, ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്നോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ആശംസിക്കാം. അല്ലാതെ അതങ്ങ് ഈ ആളുകളെ പുകഴ്ത്തുന്ന ഇതിലേക്ക് അങ്ങ് മാറിപ്പോകരുത്. ആശംസകളായിട്ട് തന്നെ നിൽക്കണം. ആശംസകളായിട്ട് തന്നെ അത് നിൽക്കണം. അത് വേണ്ടെന്നല്ല, വേണം. പക്ഷെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യത അതിനകത്ത് കാത്തു സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ലളിതമായി ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. നമ്മൾ ഈ പുതിയ നിയമത്തിനകത്ത് ഒരു വിവാഹ ശുശ്രൂഷ നമ്മൾ കാണുന്നില്ല. അല്ല, ഈ പുതിയ നിയമത്തിനകത്തെ ശുശ്രൂഷ നമ്മൾ കാണുന്നില്ല. വിവാഹ ശുശ്രൂഷകൾ ഇപ്പൊ കാനായിലെ കല്യാണത്തിന്റെ 3-ാം നാൾ യേശു കർത്താവ് വന്നു വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതല്ലാതെ ആ ചടങ്ങുകൾ നമ്മൾ കാണുന്നില്ലല്ലോ. ഇങ്ങനെയാണെന്ന് കാണുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അത് എത്രമാത്രം പ്രൗഢഗംഭീരമായിരുന്നു എന്നോ അതിന്റെ പന്തൽ എന്തായിരുന്നു, ഓഡിറ്റോറിയം ആയിരുന്നു എന്നോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്കുള്ള ഏക ഒരു കാര്യം എന്ത് ചെയ്താലും ലളിതമായി ചെയ്യുക എന്നുള്ളതാണ്. ലളിതമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരുപാട് പൈസ കടം മേടിച്ച് അതിന്റെ പേരിൽ ഇങ്ങനെ കുറെ വർഷങ്ങൾ പിന്നീട് ആ കടഭാരത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ലഘുവായിട്ട് ലളിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മള് എന്താ പറയുക, ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്ന ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് അല്ല. ആ കാര്യം എപ്പോഴും ആദ്യം തന്നെ ഓർക്കണം. ഇത് ഒരു രണ്ടു പേരെ തമ്മിൽ യോജിപ്പിക്കുന്ന, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുന്ന പുതിയൊരു കുടുംബം സ്ഥാപിതമാകുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഏറ്റവും ലളിതമായി ചെയ്യാമോ അത്രയും ലളിതമായിട്ട് ചെയ്യുക. ഏറ്റവും അത്യാവശ്യക്കാരെ മാത്രം വിളിക്കുക. ഏറ്റവും ഉചിതമായ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. ഇവിടെ നമുക്കൊരു കൽപ്പന പുറപ്പെടുവാൻ പറ്റത്തൊന്നുമില്ല. ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആകെ പറയാൻ കഴിയുന്ന കാര്യം ലളിതമായി ചെയ്യണം എന്ന് മാത്രം ആണ്. ലളിതമായി ചെയ്യുക എന്ന് നമുക്ക് നമ്മുടെ സഭയിലെ ആൾക്കാരെ പറയാം. നമ്മുടെ കല്യാണങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും ലളിതമായി നടത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിന് സാധിക്കുക എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിനൊന്നും ഒരു കൃത്യ വാക്യങ്ങളൊന്നും ബൈബിളിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പാടുള്ളൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ വാക്യം വേണമായിരുന്നു, ഉപദേശം വേണമായിരുന്നു. ആ കാര്യങ്ങൾ ഉപദേശങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു പ്രബോധനമായി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ലളിതമായി നടത്തണം. കാരണം ബൈബിളിന്റെ രീതി അതാണ്. ഒരു ലളിത ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സൗന്ദര്യം, പൊന്ന്, വെള്ളി, അഴിഞ്ഞു പോകുന്ന വസ്ത്രങ്ങളൊന്നും അല്ല, പിന്നെ തലമുടി ഒന്നും അല്ല. അകമേയുള്ള ഗൂഢ മനുഷ്യന്റെ സൗന്ദര്യമാണ് എന്നെന്ത് ചെയ്യുക, ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുക. ലളിതമാക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഒപ്പം നമ്മളും ആ കാര്യം സഭയിലെ ആൾക്കാരെ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മളും ലളിതമായിക്കൊണ്ടേയിരിക്കുക നമ്മുടെ കാര്യങ്ങൾ. ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുമ്പോൾ മുൻകൂട്ടി ചോദിക്കണം, ഇതെങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിക്കണം. എന്നിട്ട് ലളിതമായിരിക്കും എന്ന് അവരോട് പറയണം. പിന്നെ ഇതിന്റെ എല്ലാം പിന്നൊരു പണത്തിന്റെ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ എപ്പോഴും അവൻ എന്തൊക്കെയാണെന്ന് കാണിക്കാനുള്ള ഒരു ത്വര മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഇല്ലെങ്കിൽ പോലും ഉണ്ടെന്ന് കാണിക്കാനുള്ള ത്വര മനുഷ്യന്റെ ഉള്ളില് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യും, മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രാർത്ഥനയോടെ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾക്കകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മള് വിവാഹ നിശ്ചയവും വിവാഹ ശുശ്രൂഷയും പഠിച്ചു. ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ സഭകളും ചെയ്യുമ്പം ഈ ക്രമത്തിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓരോ ശിശുവും ചിലപ്പോൾ ആദ്യം ഒന്നും മറ്റൊന്ന് രണ്ടാമതും ഒക്കെ വന്നു വന്നേക്കാം. പക്ഷെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യം മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ നോട്ട് തരുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് ഏതൊക്കെ ക്രമം ഉണ്ടെന്ന് നൽകുന്നതാണ്. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത്രയും കാര്യം, ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ. ക്രമത്തിനകത്ത് ആദ്യവും ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. പക്ഷെ മാറി വന്നാലും അതെല്ലാം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ മരണാനന്തര ശുശ്രൂഷകളെ കുറിച്ചാണ്. മരണാനന്തര ശുശ്രൂഷകൾ, ഇതും ഒരു സഭ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ
ഈ ആദിമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, 1-ാം നൂറ്റാണ്ട് പരിശോധിച്ചാൽ അറിയാം, ആദ്യം മരണപ്പെടുന്ന ദൈവത്തിന്റെ ന്യായവിധിയിലാണ്. അന്യാസും സഫീറയുമാണ് മരിക്കുന്നത്. അവരെ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു പ്രത്യേകമായ ശുശ്രൂഷകൾ എന്തെങ്കിലും നടത്തിയതായിട്ട് നമ്മൾ അവിടെ കാണുന്നില്ല. പത്രോസ് അവിടുത്തെ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, മരിച്ചു കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അടുത്തയാള് വന്നു, ഭാര്യ വന്നു, ഭാര്യയും അതേ കള്ളം പറഞ്ഞു, അവരെയും കൊണ്ടുപോയി എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. പക്ഷെ സ്തേഫാനോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഭക്തിയുള്ള പുരുഷന്മാർ അദ്ദേഹത്തെ അടക്കം ചെയ്തു എന്നുള്ളതാണ്. ഒരു ഒരു സഭയുടെ ഉത്തരവാദിത്വങ്ങളിലൊന്നാണ് ഈ മരണാനന്തര ശുശ്രൂഷകൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. അത് അടക്കം മാത്രമല്ല, മരിച്ച വ്യക്തിയുടെ കുടുംബത്തോടും നമുക്കൊരു പ്രതിബദ്ധതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പം ഒരു ക്രിസ്ത്യൻ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനു വേണ്ടി ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ട് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഏത് കുടുംബത്തിലാണോ ഒരാൾ മരിച്ചത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ കുടുംബത്തിൽ പോയി അവരുമായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. അവരോട് പോയി സംസാരിക്കുക, അവരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ, എപ്പോൾ നടത്തണം, എവിടെ നടത്തണം, ആരൊക്കെ വരാനായിട്ടുണ്ട്. ഇപ്പൊ മക്കളൊക്കെ പലരും ദൂരത്തൊക്കെ ആയിരിക്കും, വിദേശങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ മക്കൾ വരുന്നുണ്ടോ, എപ്പോ വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബന്ധുക്കള് വരേണ്ടതുണ്ട്. അപ്പം ഇതൊക്കെ എപ്പോഴാണ് അനുയോജ്യമായ സമയം എന്ന് സഭ അങ്ങോട്ട് കയറി തീരുമാനം എടുക്കാതെ അവരുടെ കാരണം അവരുടെ ബന്ധുക്കളാണ് വരാനുള്ളത്, അവരുടെ മക്കളാണ് വരാനുള്ളത്. അപ്പൊ അതിനൊരു ഓപ്ഷൻ അവർക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ ചോദിക്കേണ്ടത്. മരിച്ച വ്യക്തിക്ക് തന്റെ ശവസംസ്കാരം ഇങ്ങനെ ആയിരിക്കണം എന്നൊരാഗ്രഹം ചിലപ്പോൾ സാധ്യതയുണ്ട്, പറയാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ മുൻകൂട്ടി പറയാം, ഇപ്പൊ എന്റെ ശവമടക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ എന്ത് ചെയ്യാം? മുൻകൂട്ടി പറയാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പം നമ്മുടെ ആർ കൃഷ്ണകുട്ടിച്ചായൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു, എന്റെ ശവമടക്കിന് ഇന്ന ഇന്ന ആളുകള് അനുശോചനം പറയണമെന്ന് എന്ത് ചെയ്യുന്നു? മുൻകൂട്ടി എഴുതി വെച്ചിരുന്നു. അപ്പൊ പല ആളുകളും അങ്ങനെ കരുതാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, എന്റെ ഫോട്ടോ ഒന്നും ഈ ഭിത്തിയിലൊന്നും എന്ത് ചെയ്യരുത്, ഒട്ടിക്കരുത്, വേണമെങ്കിൽ ഒരു ബാനർ വെച്ചോ, അല്ലാതെ ഭിത്തികളിലൊന്നും ഈ പോസ്റ്റേ കൂടെ ഒന്നും ഇങ്ങനെ ഫോട്ടോ ഒട്ടിക്കരുത്, പറഞ്ഞുകൊണ്ട് ഒട്ടിക്കരുത് എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വീട്ടിലെ ആളുകളോട് ചോദിക്കണം, എന്തെങ്കിലും പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രത്യേകമായ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കിയ ശേഷം ശുശ്രൂഷ എന്ത് ചെയ്യണം? നമ്മൾ ക്രമീകരിക്കണം. അവരോട് ചോദിക്കണം, ഏത് പ്രത്യേക ആളുകളെ വിളിക്കേണ്ടതായിട്ടുണ്ടോ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കണം. അങ്ങനെ ആ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഒപ്പം തന്നെ ഈ മരിച്ച വ്യക്തിയെ കുറിച്ച് ഒരു ചെറിയ ഒരു ലഘുവായ ഒരു കാര്യം ഒന്ന് എഴുതി വരുന്നവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. മരിച്ച വ്യക്തി ആരായിരുന്നു, എങ്ങനെയാണ് ജീവിച്ചത്, എന്താണ് ആ ജീവിതത്തിന്റെ ഒരു ഉള്ളടക്കം. ഒപ്പം നമുക്ക് അതിനകത്ത് സുവിശേഷം പറയാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ മരിച്ചയാള് വിശ്വസിച്ച വ്യക്തിയെ കുറിച്ച് നമുക്ക് 1-2 വാചകങ്ങൾ പറയാനായിട്ട് സാധിക്കും. എന്തായാലും ആളുകൾ വായിക്കും. ഈ മരണ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഷീറ്റ് നമ്മൾ വായിച്ചിട്ടില്ലേ? അത് വളരെ ചെറുതാ, നമ്മളത് വായിക്കും. അപ്പൊ അതിനകത്ത് ഒരു പ്രയോജനം അതാ. ഒരു പ്രയോജനം പറഞ്ഞ് സുവിശേഷം പറയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒന്ന് ചിന്തിക്കുക. അത്തരം ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ, അങ്ങനെ പ്രിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ, അതിന് വേണ്ട സജ്ജീകരണം നമ്മളായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഇതിന്റെ മുന്നൊരുക്കങ്ങളായിട്ട് ചെയ്യേണ്ടതാണ്. പ്രധാന മുന്നൊരുക്കം ആ വീട്ടിൽ പോയി അവരുമായി സംസാരിക്കുക എന്നുള്ളതാണ്, അവരോട് ചോദിക്കുക എന്നുള്ളത് ആണ്. പിന്നെ ഈ ബോഡി വീട്ടിലാണ് ഇരിക്കുന്നത് എങ്കിൽ സഭ ആ വീട്ടിലിരുന്ന് ആ ശവത്തിന്റെ അല്ലെങ്കിൽ അത് ബോഡിയുടെ അരികിലിരുന്ന് പാട്ടുകൾ പാടുകയും വചനഭാഗങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം അത് കൊണ്ടുപോയി മോർച്ചറി വെക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. നമ്മൾ പോയി ഒരു പ്രാർത്ഥന മീറ്റിംഗ് നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. ബോഡി ഒരാഴ്ച കഴിഞ്ഞേ അടങ്ങുന്നുള്ളൂ.
അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് അടക്കും, 2 ദിവസം കഴിഞ്ഞ് അടക്കുന്നുള്ളൂ, അതുവരെ മോർച്ചറി ഇരിക്കുക. അപ്പൊ അതുവരെ മോർച്ചറിയിലാണെങ്കിൽ നമുക്ക് സഭയ്ക്ക് അനുയോജ്യമായ സമയത്ത് എന്ത് ചെയ്യാം, ആ വീട്ടിൽ ഓരോ മീറ്റിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം മീറ്റിങ്ങുകൾ വെക്കാം, അല്ലെ? പക്ഷെ നേരെ മറിച്ച് അന്ന് വരെ വെക്കാം, ശവസംസ്കാരത്തിന്റെ അന്ന് വരെ വൈകുന്നേരം മീറ്റിങ്ങുകൾ വെക്കാം. നേരെ മറിച്ച് അവർ പിറ്റേ ദിവസം അടക്കാൻ തീരുമാനിച്ചു, ബോഡി വീട്ടിൽ തന്നെ മൊബൈൽ മോർച്ചറിൽ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അനാഥപ്രേതങ്ങളെ പോലെ അതിനെ ഉപേക്ഷിച്ചിട്ട് സഭയുടെ വഴിക്ക് പോകരുത്. അവിടെ ചെന്നിരുന്ന് അവിടെ പ്രാർത്ഥനയും പാട്ടും വചനവായനയും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ആൾക്കാർ ആരും ഇല്ലെന്നോ അല്ലെങ്കിൽ എന്താ പാട്ടും പ്രാർത്ഥനയും ഇല്ലാത്തതോ എന്നൊന്നും ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അത് എന്താണോ ആ വീട്ടുകാർ തീരുമാനിക്കുന്നത് ആ തീരുമാനവുമായി നമ്മൾ പൊരുത്തപ്പെടുകയും, ഇപ്പൊ എല്ലാവരും പോയില്ലെങ്കിലും സഭയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയും പിന്നെ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ എന്ത് ചെയ്യണം, പോയിരുന്ന് അവിടെ ഇരുന്ന് ആത്മീയ ഗീതങ്ങൾ, പ്രത്യേകിച്ച് പ്രത്യാശ ഗീതങ്ങൾ പാടുക, വചനഭാഗങ്ങളൊക്കെ വായിക്കുക. അങ്ങനെ ഒരു 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 സാന്ത്വനത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ല ഇനി മോർച്ചറിയിൽ വെച്ചിരിക്കുന്നത് എങ്കിൽ ആ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നടത്താവുന്നത് ആണ്. ആ മരണം അടക്കത്തിന്റെ അന്ന് വരെയും എന്ത് ചെയ്യാം, നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ദുഃഖിച്ചിരിക്കുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമാണ്, അതൊരു വലിയ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. അപ്പൊ അതൊന്ന് അതിന്റെ മുന്നൊരുക്കമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ശുശ്രൂഷയുടെ ഓർഡർ നമ്മൾ തയ്യാറാക്കണം, സർവീസ് ഓർഡർ മുൻകൂട്ടി എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. ആ വീട്ടുകാരോട് ചോദിക്കണം, ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടതുണ്ടോ, ഇപ്പൊ അനുശോചനം പറയാനായിട്ട് നിങ്ങളുടെ ബന്ധുക്കാര് അങ്ങനെയൊക്കെ വരത്തില്ലേ. അപ്പം നമുക്ക് എല്ലാവരും അറിയത്തില്ലല്ലോ. അപ്പം അവരാരൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അവന്റെ പേരെന്താണ്, ആരൊക്കെ വരും, എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് അവരോട് ചോദിക്കുകയും അവരുടെ പേരുകൾ മുൻകൂട്ടി എഴുതി വാങ്ങിക്കുകയും ചെയ്യണം. ആ ശുശ്രൂഷകളുടെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതും ഒരു ശുശ്രൂഷയ്ക്ക് അത് ലാഭം ഉണ്ടാകുന്ന നല്ല കാര്യമല്ല, അതൊരു ഉചിതമായ കാര്യം അല്ല. അതുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി എന്ത് ചെയ്യുക, തീരുമാനിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യം ആണ്. പ്രസംഗിക്കേണ്ടത് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മുൻകൂട്ടി ഒന്ന് തീരുമാനിക്കണം. അത്യാവശ്യമാണെങ്കിൽ മുറ്റത്ത് പന്തലിടുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ട ആലോചന പറഞ്ഞു കൊടുക്കണം. നമ്മൾ അതിന് പോകണമെന്നല്ല പറയുന്നത്, നമ്മൾ പന്തലിടാൻ പോകണമെന്നല്ല പറയുന്നത്, പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയും പേര് വരുന്നതാണ് വീടിന്റെ മുറ്റത്തായതുകൊണ്ട് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരൊക്കെ ആദ്യ അവസാനം കൂടെ ഉണ്ടാവും. അങ്ങനെ ആദ്യ അവസാനം കൂടെ ഉണ്ടാവണം. വേദികളെ കുറിച്ചുള്ള കാര്യം അല്ലെങ്കിൽ ആ സൗകര്യങ്ങളെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. പാട്ട് പാടാനായിട്ട് ആളെ വിളിക്കണമെങ്കിൽ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുക, മൈക്ക് സെറ്റ് വേണമെങ്കിൽ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുക. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നമ്മൾ നടത്തി നമ്മൾ സദാ സന്നദ്ധരായിട്ട് അവരുടെ കൂടെ ഉണ്ടാകുക. അവരുടെ അവരുടെ ദുഃഖത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരാശ്വാസം ആകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ എന്നുള്ളത്. ഇനി ശുശ്രൂഷ ക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരു പ്രാരംഭ പ്രാർത്ഥന. ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം എന്ന് പറഞ്ഞ് ആ ശുശ്രൂഷകൾ നടത്തണം. ഗാനങ്ങൾ നമുക്ക് ആലപിക്കാം, തിരുവചന ഭാഗങ്ങൾ വായിക്കാം. മൂന്നാമതായിട്ട് തിരുവചന ഭാഗങ്ങൾ വായിക്കാം. അത് സങ്കീർത്തനങ്ങൾ 90-ാം സങ്കീർത്തനമാണ് നമ്മൾ പൊതുവിൽ വായിക്കാറുള്ളത്. അതാണ് കുറച്ച് ഏറ്റവും ഉചിതമായ ഒന്ന്. പിന്നെ പ്രത്യാശ ഉണർത്തുന്ന യോഹന്നാൻ 14-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എന്ത് ചെയ്യാം, ആ സമയത്ത് വായിക്കാവുന്നതാണ്. പിന്നീട് ഈ അനുശോചനങ്ങൾക്കുള്ള ഒരു ഇതാണ്. ഈ ചില ആളുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ പേരിൽ എന്ത് ചെയ്യരുത്, ആരും അനുശോചനം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വേണ്ട, ഓപ്ഷണൽ ആണത്. ഇല്ല, അത് രണ്ടുമാണ് പ്രധാനമായിട്ട് വായിക്കാറുള്ളത്. 14-ന്റെ 1 മുതൽ 6 വരെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നുള്ള ഭാഗം. അപ്പൊ ഇത് രണ്ടുമാണ് വായിക്കാനായിട്ട് സാധിക്കുന്ന ഭാഗങ്ങൾ. മറ്റു ഭാഗങ്ങളും പ്രത്യാശ ഉണർത്തുന്ന ഏത് ഭാഗങ്ങളും വായിക്കാം. ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അനുശോചനങ്ങളാണ്. ഈ അനുശോചനങ്ങൾ അല്ലെങ്കിൽ ആദരാഞ്ജലികൾ, അത് ഇപ്പൊ മരിച്ച വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോ ആരും പറയണ്ടാന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന് അവസരം വേണ്ടാന്ന് വെക്കുക. ഇന്നയാള് പറയണം എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആർക്കെ മരിച്ചത് പറഞ്ഞതുപോലെ
ഇന്നയാള് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. 2 മിനിറ്റിൽ കൂടി പോകാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. ഈ ആളുകളെ, മരിച്ചു കിടക്കുന്ന ആളെ പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടല്ല അത് ശരിക്കും. അതിന്റെ ഉദ്ദേശം മരിച്ച വ്യക്തിയുടെ വീട്ടുകാർക്ക് എന്തുണ്ടാകുക, ഒരാശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശുശ്രൂഷകളുടെ സമയദൈർഘ്യം നമുക്കിടയിൽ ഒരുപാട് കൂടുതലാണ്. ശുശ്രൂഷയുടെ സമയദൈർഘ്യം നമുക്കിടയിൽ ഒരുപാട് കൂടുതലാണ്. അതൊന്ന് കുറയ്ക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഇദ്ദേഹം സഭയിൽ ഒരു വിശ്വാസി മാത്രമാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് അവരുടെ അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ ആയിരിക്കും. അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അവര് എന്താ പറയാ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനതയിൽ കിടക്കുന്ന ഒരു ശരീരം കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയും നാളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന, അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് ഭക്ഷണം കഴിച്ച് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ജീവിച്ച ആളെ മരിച്ചു കിടക്കുന്നത്. അപ്പൊ ആ ബോഡിയും വെച്ചുകൊണ്ട് ഇവരെ ഇങ്ങനെ ഇരുത്തുന്നത് ഒരു നല്ല രീതിയല്ല. ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂറിൽ കൂടുതലൊന്നും കൂടി പോകരുത് ഒരു ശുശ്രൂഷ. ഇത് 9 മണിക്ക് തുടങ്ങിയ 3 മണിക്കൊക്കെയാണ് തീരുന്നത്. ഇതിന് മാത്രം എന്താ പറയാനുള്ളത്? അതാണ് ഈ പുകഴ്ത്തൽ നമ്മളൊന്ന് കുറയ്ക്കണം. അത് നമ്മളായിട്ട് ഈ ശുശ്രൂഷ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പൊ അതൊന്ന് സൂക്ഷിക്കുന്നതല്ല. കാരണം ഞാൻ പറയുന്ന അവരുടെ ഫീലിങ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മളായിരിക്കുന്നെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്തോരം ഉണ്ട്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളാണ് ഒരു അമ്മയോ അപ്പനോ ഒക്കെ കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആൾക്കാർ കേൾക്കുമ്പോൾ നമ്മുടെ ചെവി കേർത്തില്ല. നമ്മുടെ വിചാരം നമ്മൾ പറയുന്നതല്ലേ ഇവർക്ക് ആശ്വാസമാവുന്നുണ്ടെന്നോ? ഒന്നുമില്ല. അവരുടെ ചിന്തയിലൂടെ എല്ലാം ഇവരുടെ നല്ല ഓർമ്മകളെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ. മനസ്സിലായില്ല? അവര് ജീവിച്ചിരുന്ന കാലത്തുള്ള ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരിക, അതിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്നേരം നമ്മൾ പറയുന്ന വാചകങ്ങളെല്ലാം വന്ന് അവര് കേൾക്കും. ഇപ്പൊ അങ്ങ് ഒരു കരച്ചിൽ നിർത്തും, ഭയങ്കര സന്തോഷമാകും എന്നൊക്കെ ചിന്തിച്ച് എല്ലാം ഒന്നും പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. അതിനുള്ള സാഹചര്യവുമല്ല അത്. പിന്നെ ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആളുകളെ വന്നിരിക്കുന്നവരെ മുഷിപ്പിക്കുന്ന ഒരു രീതി അത് നല്ലതല്ല. മാക്സിമം 1.5 മണിക്കൂർ, അതിൽ കൂടുതൽ മരണാനുശുശ്രൂഷ നടത്താനായിട്ട് പാടില്ല. അത് ഉചിതമായ രീതിയല്ല. വളരെ ലളിതമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. ഈ അനുശോചനം പറയാനായിട്ടും പരിചയമില്ലാത്തവർ കൊടുക്കാതിരിക്കും നല്ലത്. ചില ആൾക്കാരെ വന്നിട്ട് പറയും, എനിക്ക് ഈ അമ്മച്ചി ഒരു പരിചയവും ഇല്ല. ഇന്ന പിന്നെ എന്തിനാണേ പറയാൻ വന്നേ? എനിക്ക് ഈ അമ്മച്ചി ഒരു പരിചയമില്ല, ഈ അമ്മച്ചിയുടെ മോനെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഈ അമ്മച്ചിയുടെ കൊച്ചുമോനെ പരിചയമുണ്ട്. അങ്ങനെയൊക്കെ പറയേണ്ട ഒരു കാര്യം അവിടെ ആ അമ്മച്ചിക്ക് അല്ലെ കാര്യം ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അധിക സമയം അതിനുവേണ്ടി പ്രധാനപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. സഭയിലെ പ്രതിനിധികളായിട്ട് 1-2 പേര്, പിന്നെ അവർ നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജോലിക്കാരാണെങ്കിൽ അവിടുത്തെ ആളുകൾ, ആ പഞ്ചായത്തിലെ പ്രസിഡന്റോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ, മെമ്പറൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം അത്തരം കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. ഉചിതമായിരിക്കണം, അധികം നേരം നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പിന്നീട് ഒരു വചന ശുശ്രൂഷ, അതും ലിമിറ്റഡ് ടൈം ആയിരിക്കണം. ഒരു 20 മിനിറ്റിൽ കൂടുതലുള്ള സന്ദേശങ്ങളുടെ ആവശ്യം അതിനും വരുന്നില്ല. നിത്യജീവനെ കുറിച്ചുള്ള കാര്യങ്ങള്, ക്രിസ്തുവിലുള്ള പ്രത്യാശ, ദൈവത്തിലുള്ള ആശ്രയം എന്നീ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കേണ്ടത്. അവിടെ വിഷയങ്ങളുടെ അവതരണമല്ല എന്നുള്ള കാര്യം പ്രസംഗിക്കാൻ നമ്മളും ഓർത്തിരിക്കണം. ഓക്കെ, ഞാൻ സ്ഥലമൊന്നും പറയത്തില്ല. ഞാൻ ഒരിടത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ സമയത്ത് ഒരാള് പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ബൈബിളിലെ 5 മരണങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു പറഞ്ഞു. ഇന്നത്തെ എന്റെ വിഷയം ബൈബിളിലെ 5 മരണങ്ങൾ. അമ്മച്ചി മരിച്ചു കിടക്കുക അവിടെ. അദ്ദേഹം 5 മരണം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അങ്ങനല്ല അവിടെ അവതരിപ്പിക്കേണ്ടത്. അവിടെ അവതരിപ്പിക്കേണ്ട രീതി അതല്ല. ഒരു വിഷയ അവതരണം പോലെ, ഒരു പ്രബന്ധ അവതരണം പോലെ, ഒരു ബൈബിൾ ക്ലാസ് പോലെ ശുശ്രൂഷിക്കേണ്ട ഒന്നല്ല അത്. അവിടുത്തെ നമ്മുടെ ഉദ്ദേശം എന്താ? അവിടെ ഉള്ളവർക്ക് ഒരാശ്വാസം വേണം, ഒരു പ്രത്യാശ വേണം, സുവിശേഷത്തിന്റെ ഒരു സന്ദേശം അവിടെ ഉണ്ടാകണം. ഇത് ചെയ്യുന്നവർക്ക് ഈ ബോധ്യം വേണം. നമ്മളൊക്കെ നാളെ ഇത്തരം സാഹചര്യങ്ങൾ കടന്നു പോകുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരവസരം ഉണ്ടായാൽ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ക്രിസ്തുവിന്റെ പ്രത്യാശ, കർത്താവ് വീണ്ടും വരും, മരണം ഒരു അവസാനമല്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. പിന്നെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ അംഗീകരിക്കുക, വിശ്വസിക്കുക, ദൈവമക്കളായിട്ട് മാറുക.
നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും എന്ന് പറയുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സന്ദേശങ്ങൾ ചുരുക്കമായിരിക്കണം. ഒപ്പം തന്നെ അതിന്റെ പ്രധാന ഉദ്ദേശം ആ വീട്ടുകാർക്ക് ആശ്വാസവും പ്രത്യാശയും വരുന്നവർക്ക് രക്ഷയെക്കുറിച്ചുള്ള ഒരു ദൂത് നൽകുക എന്നുള്ളത് ആണ്. മരണം അവസാനമല്ല എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. യേശു മരണത്തെ കീഴടക്കി ജയിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രസ്താവിക്കാനായിട്ട് സാധിക്കും. ദുഃഖ സമയത്ത് ക്രിസ്തുവിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അതിനുശേഷം ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് രണ്ട് പേരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. ഒന്നോ രണ്ടോ സഹോദരന്മാരോട് വന്ന് ആ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടാം. ഒന്നോ രണ്ടോ മൂന്നോ പേര് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടെ. അത് അവർക്കൊരു ആശ്വാസമാകും. അതിനുശേഷം ഈ അന്ത്യ ചുംബനവും അല്ലെങ്കിൽ അന്ത്യകാഴ്ചയും ചുംബനവും നൽകുക എന്നുള്ളതാണ്. ചുംബനം നൽകാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് ആണ് ശരിക്കും നിലവിലുള്ളത്. അത്തരമൊരു ആരോഗ്യപരമായ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ നമുക്കിതൊന്നും വേണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ പ്രിയപ്പെട്ടവരാ മരിച്ചത്. അതുകൊണ്ട് അന്ത്യചുംബനം വേണ്ടെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. പ്രിയപ്പെട്ടവര് കൊടുക്കുന്നവര് ടിഷ്യൂ ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുക്കുന്നവർക്ക് കൊടുക്കാം. ഇനി ടിഷ്യൂ ഇല്ല ആരെങ്കിലും കൊടുത്താലും നമ്മൾ അതിനകത്ത് ടിഷ്യൂ വെക്കാറുണ്ട്. ടിഷ്യൂ വെച്ചാണ് സാധാരണ ചെയ്യുന്നത്. അതെ, ടിഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ ആക്കണ്ട. ഓക്കെ. അന്ത്യചുംബനം നൽകുക, പിന്നീട് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക. സെമിത്തേരി ചെന്ന് കഴിയുമ്പോൾ സെമിത്തേരിയിൽ വെച്ച് എന്ത് ചെയ്യണം, പ്രസ്താവിക്കണം. ഇവിടെ നടക്കാൻ പോകുന്നത് ഇദ്ദേഹത്തെ വേദപുസ്തക പ്രകാരം മണ്ണിന് ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് പ്രസ്താവിക്കണം. അവിടെയും ഒരു 10 മിനിറ്റിന്റെ സന്ദേശം വേണമെങ്കിൽ കൊടുക്കാം. ഒരു 10 മിനിറ്റ്, അതിൽ കൂടി പോകരുത്. 10 മിനിറ്റ് മാക്സിമം ആണ്, അതിൽ കൂടുതൽ പോകാനായിട്ട് പാടില്ല. പിന്നീട് നമുക്ക് അവിടെ ഒരു 4 തിരുവെഴുത്തുകൾ വായിക്കാം. 4 തിരുവെഴുത്തുകൾ വായിക്കാം. ഒന്നാമതായിട്ട് വായിക്കേണ്ട ഭാഗം ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതൽ 27 വരെ. രണ്ടാമത്തെ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം. യോഹന്നാൻ 11-ന്റെ 25-ഉം 26-ഉം. മറ്റൊരു വേദഭാഗം 1 കൊരിന്ത്യർ 15-ന്റെ 51 മുതൽ 57 വരെ. 1 കൊരിന്ത്യർ 15-ന്റെ 51 മുതൽ 57 വരെ. നാലാമത്തെ വേദഭാഗം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെ. ഇയ്യോബിന്റെ പുസ്തകം 19-ന്റെ 25, 27. അവിടെയാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒരു നാൾ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്നും ഞാൻ അറിയുന്നുള്ള പ്രഖ്യാപനം. 11-ാം അധ്യായത്തിന് യോഹന്നാൻ 11-ന്റെ 25 തൊട്ട് 26 വരെ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നുള്ള യേശുകർത്താവിന്റെ പ്രഖ്യാപനമാണ്. 1 കൊരിന്ത്യർ 15-ന്റെ 51 തൊട്ട് 57 വരെ ആ മരണത്തെ കുറിച്ചുള്ള കാര്യവും എന്താണ് ഇത് മണ്ണിൽ വിതയ്ക്കുകയാണെന്ന കാര്യവുമാണ്. 1 തെസ്സലോനിക്കർ 4-ന്റെ 13-12 വരെ ഉയർപ്പുണ്ടാകും എന്നുള്ള കാര്യമാണ് പറയാം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും എന്നുള്ള ആ ഒരു കാര്യമാണ്. 4-ന്റെ 13 മുതൽ 18 വരെ. പിന്നീട് പ്രാർത്ഥിക്കുക. ഈ വചനം വായിച്ച ശേഷം എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് ഈ ശവശരീരം കുഴിയിലേക്ക് ഇറക്കി വെക്കുക. കുഴിയിലേക്ക് ഇറക്കി വെക്കുക. ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നതിന് കൃത്യമായ ഒരു എന്ത് പറയുക, ഒരു മുന്നൊരുക്കം ഉണ്ടായിരിക്കണം. അതിന് വേണ്ട ആൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ എല്ലാരും കൂടെ പിടിച്ച് അത് പിന്നെ അവിടെ വന്ന് ശബ്ദമായി ഈ പറയുന്നവര് കമന്റ് പറഞ്ഞ്, നിൽക്കുന്നവര് കമന്റ് പറഞ്ഞ് അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് അലങ്കോലമാക്കാതെ അതിനൊക്കെ ആൾക്കാർ മുന്നൊരുക്കി നിൽക്കുക. ചിലയിടത്ത് പെട്ടി താഴെയിടും, ചിലയിടത്ത് ചെരിഞ്ഞും ഒക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് വളരെ സാവധാനത്തിൽ ഈ കണ്ടു നിൽക്കുന്നവര് അധികം കമന്റ് പറയാതെ അത് അവർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തേക്കുക. അത് കൃത്യമായിട്ട് ഇറക്കി വെക്കണം. കൃത്യമായിട്ട് ഇറക്കി വെച്ച ശേഷം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും സഭാപ്രസംഗി 12-ന്റെ 7-ഉം വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 19-ഉം സഭാപ്രസംഗി 12-ന്റെ 7-ഉം.
ഈ ഭാഗം വായിച്ച് ഉൽപ്പത്തി 3:19 സഭാപ്രസംഗി 12:7. അത് ദൈവം പറയുന്ന കാര്യമാണ്. നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഈ പൊടിയിലേക്ക് 12:7 പൊടിയിലേക്ക് തിരികെ ചേരും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നയാൾക്ക് ഒരല്പം മണ്ണെടുത്ത് ആ കുഴിയിലേക്ക് ഇടാം. നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും എന്ന് പറഞ്ഞ് വേദപുസ്തക നിയമപ്രകാരം ഞങ്ങൾ നിന്നെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് ശുശ്രൂഷിക്കുന്ന ആള് പറയുന്നത് ഏറ്റവും നല്ലതാണ്. ഒപ്പം തന്നെ കൂടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? മണ്ണ് വേണം നിർബന്ധമൊന്നുമില്ല, ഇടുന്നത് കൊണ്ട് തെറ്റും ഇല്ല. നമ്മുടെ ഇടയിൽ സാധാരണ ചെയ്തു വരുന്ന രീതിയാണ്. ഇടാതെയും ഇരിക്കാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ശുശ്രൂഷ ചെയ്യുന്നയാള് ഈ ഭാഗം വായിച്ചിട്ട് ഈ ഭാഗം കാണാതെ പറഞ്ഞിട്ട്, വായിക്കുകയോ കാണാതെ പറയുകയോ ഈ വാക്യം പറഞ്ഞിട്ട് വേദപുസ്തക നിയമപ്രകാരം ഞങ്ങൾ നിന്നെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിലേക്ക് ഇടുക. അതിനുശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുക. പിന്നെ കുഴി മൂടുന്നത് വരെയും ശുശ്രൂഷകരാരും അവിടുന്ന് പോകരുത്. കൊണ്ടേ വെച്ച് വന്നാൽ തന്നെ കൃത്യമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവര്, സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ നിൽക്കണം. അത് അവിടെ നിന്ന് കുഴി മൂടിയ ശേഷം മാത്രമേ ശുശ്രൂഷക്കാരെന്ത് ചെയ്യാവുള്ളൂ, സഭയിലെ ആൾക്കാർ അവിടെ നിന്ന് പോകാവുള്ളൂ. ഉത്തരവാദിത്തോടു കൂടെ അവിടെ നിൽക്കണം. സെല്ലാറാണെങ്കിലും വെച്ച് അത് ലോക്ക് ചെയ്ത് ശേഷം മാത്രമേ അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർ, ബാക്കിയുള്ളവരൊക്കെ പൊക്കോട്ടെ, പക്ഷെ അതിന്റെ വേണ്ടപ്പെട്ട സഹോദരന്മാർ അവിടെ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം. അല്ല, എടുത്തുകൊണ്ട് പോകുന്നതിന്റെ അല്ല, എന്തിനും അതിൻ്റെതായ ഒരു മാന്യതയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. ഈ മരണവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ശുശ്രൂഷകളുണ്ട്, അധികം ശുശ്രൂഷകളുണ്ട്. ഈ മരിച്ച വ്യക്തികളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിങ്ങോ ഒക്കെ ആവശ്യമാണ്. എന്ത് ചെയ്യണം? നമ്മളത് നൽകണം. പറഞ്ഞാൽ ചിലപ്പോ ഈ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ വേണ്ടി വരും, കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ഒരു എന്താ പറയാ, അവർക്ക് വേണ്ട ഒരാശ്വാസം കൊടുക്കേണ്ടി വന്നേക്കാം. നമുക്ക് അറിഞ്ഞുകൂടെ ഇവരുടെ മാനസിക സ്ഥിതി എന്താണോ അതനുസരിച്ച് അവർക്കൊരു തുടർ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ആ വീട്ടിൽ നമ്മൾ സജീവമായി പോവുകയും ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. പിന്നെ കരയരുത് എന്നൊരിക്കലും പറയരുത്. ഓക്കെ, കരയരുത് എന്ന് പറയരുത്. ബൈബിളിൽ കരയരുതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കും. ദുഃഖിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. ദുഃഖം നമുക്കുണ്ട്. ദുഃഖം നോർമലായ ഒരു വികാരമാണ്. വിഷമം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ആകരുത്. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു വളർത്തുന്നൊരു പൂച്ച ഉണ്ടായിരുന്നിരിക്കട്ടെ, നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂച്ചയാ, അത് ചത്തുപോയി. അപ്പം നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താ? ഇനി ഇതിനെ കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, നമുക്ക് വീണ്ടും ഇവരെ കാണാം. അവര് കർത്താവിന്റെ അടുക്കിലേക്കാണ് പോയത്. നമുക്ക് പ്രത്യാശയുണ്ട്. ഈ ജാതികൾ എന്തിനാ കരയുന്നേ? അയ്യോ പോയല്ലോ, ഇനി കാണാൻ പറ്റത്തില്ല, എന്റെ അച്ഛനെ ഞാൻ ഇനി എങ്ങനെ കാണും, അല്ലെ എന്റെ അമ്മയെ ഞാൻ ഇനി എങ്ങനെ കാണും എന്നുള്ള അവരുടെ ദുഃഖം. നമുക്ക് അങ്ങനെയല്ല. നമുക്കെന്ന് പറഞ്ഞാൽ മരണം ഒരു ഉറക്കമാണ്. അത് കർത്താവിന്റെ അടുക്കിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്, വീണ്ടും കാണാമെന്ന പ്രത്യാശയുണ്ട്. ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൗലോസൊക്കെ മരണത്തിൽ പറയുന്നത് എങ്ങനെയാണ്? എന്റെ നിര്യാണ കാലം അടുത്തു എന്നാ പറയുന്നത്. എന്റെ നിര്യാണ കാലം അടുത്തു. നിര്യാണമായിട്ടാണ് അദ്ദേഹം മരണത്തെ കണ്ടത്. നിര്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉപയോഗിച്ച വാക്കിന്റെ അർത്ഥം യാത്ര എന്ന യാത്ര. അതായത് ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട്, മൃഗങ്ങളാണ് യാത്ര, മൃഗങ്ങളാണല്ലോ, അതിനെ കൊണ്ടുവന്നിട്ട് ഇത് ഈ എന്തു പറയുക, അതിനെ ഈ നിർത്തുന്നൊരു സാധനമുണ്ട്. മൃഗങ്ങളെ ഈ കഴുത്തില് ഒരു ഇത് വെച്ചിട്ട് സ്ഥലത്ത് കെട്ടി നിർത്തും. അത് പൊക്കിയിട്ടാണ് അടുത്ത യാത്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഒരുങ്ങുന്നത്. അപ്പൊ ഈ സാധനം, ഈ യോക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് പൊക്കുന്നതിന്റെ ഒരു പ്രയോഗമാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലൊക്കെ വന്നിട്ട് നുഖമുയർത്തുക, നുഖം ഉയർത്തുന്ന ഒരു കാര്യം. അല്ല, ഈ കപ്പലുകളൊക്കെ വന്ന് തീരത്ത്, തുറമുഖത്ത് ഈ അതിന്റെ നങ്കൂരമിട്ട് കിടക്കും.
യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നങ്കൂരം ഉയർത്തത്തില്ലേ, അത് ആ ഒരു ഉപയോഗമാണ് ആ വാക്കിന്. ഇപ്പൊ ഇതൊരു യാത്രയാ, ഇതൊരു യാത്ര. ഇപ്പൊ നമ്മുടെയൊക്കെ മരണങ്ങൾ ഒരു യാത്രയാണ്. നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിനകത്ത് നമുക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ദുഃഖിക്കണ്ട എന്ന് പറയരുത്, കരയരുത് എന്നും പറയരുത്. കരഞ്ഞോട്ടെ, കരഞ്ഞ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വിഷമങ്ങൾ മാറത്തുള്ളൂ. അപ്പൊ കരയാനുള്ള സമയം കൊടുക്കുക. അങ്ങനെ ദേഷ്യപ്പെടാനോ കരയണ്ടെന്നൊന്നും പറയരുത്. പക്ഷെ പ്രത്യാശയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, സുഖം പ്രാപിക്കാനായിട്ട്. അല്ലെങ്കിൽ അത്തരം പെട്ടെന്ന് അങ്ങ് എല്ലാം മറന്ന് ചിരിക്കാനായിട്ടൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നത് ശരിയായ രീതിയല്ല. പിന്നെ മരണ വീട്ടിലും ശുശ്രൂഷ നടന്ന സ്ഥലത്തും ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്കിന്ന് ഒരു 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 ശീലമായിട്ട് നമ്മുടെ മാറിയിരിക്കുക. നമ്മളൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് ഒരു ബാക്ടീരിയ ഫോം ആകും, തന്നെ ഉണ്ടായി വരും. അത് ഉണ്ടാകുന്ന ബാക്ടീരിയ ആ ശരീരത്തെ എന്താ പറയാ ഡീക്കേ ചെയ്യിക്കാനുള്ള, ജീർണിക്കേണ്ടതിനുള്ള ഒരു ബാക്ടീരിയയാണ് ഫോം ആകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിനകത്ത് ഇത്തരം ഒരു ബാക്ടീരിയ ഫോം ആകും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്റെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളിലും എന്ത് ചെയ്യും, ഈ ബാക്ടീരിയകൾ വന്ന് പിടിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കാതെ ഈ ആഹാരം കഴിക്കുന്ന രീതി ശരിയല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മളെ തന്നെ ശുദ്ധീകരിക്കാതെ ആഹാരം കഴിക്കുന്ന രീതി ശരിയല്ല. കൃത്യമായി കുളിച്ച്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കൈയെങ്കിലും നന്നായിട്ട് കഴുകി, അതും സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ ആഹാരം കഴിക്കാവുള്ളൂ. ഇത് അവിടെ തന്നെ റെഡിയാക്കി ചേർക്കുക. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലും ഫുഡാ. ഈ മരിച്ച വീടുകളിൽ ഫുഡ് കൊടുക്കുന്ന രീതി ക്രിസ്ത്യാനികൾക്കേ ഉള്ളൂ. അതൊരു ശരിക്കും പറഞ്ഞെങ്കിൽ എവിടുന്നിട്ട് എനിക്കറിയത്തില്ല. അതൊരു നല്ല രീതിയല്ല. എവിടുന്നോ കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ ചെയ്ത് വരുത്തുകയാണ്. ഞാൻ പറയട്ടെ, ആ വീടുകളിലും എന്തുണ്ട്, ഈ ബാക്ടീരിയകളുണ്ട്. ആ വീട്ടിലും ഈ ബാക്ടീരിയകളുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. അത് ശുദ്ധിക്ക് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാവുള്ളൂ. നമ്മൾ ഈ സംഖ്യാപുസ്തകം 19 അധ്യായം വായിക്കുമ്പോഴേ അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ മരിച്ച വ്യക്തിയെ തൊടുന്നയാൾ 7 ദിവസം വരെ അശുദ്ധനായിരിക്കണം എന്ന് വായിക്കുന്നത്. ശവശരീരം തൊടുന്നയാൾ 7 ദിവസം വരെ അശുദ്ധനായിരിക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി തളിക്കുന്നത് ഈ ഭസ്മം, ചാരം ഇട്ട വെള്ളമാണ് തളിക്കുന്നത്. പിന്നെ ഈസോപ്പ് എന്ന് പറഞ്ഞ ശുദ്ധീകരണ സ്ഥാനം തളിക്കുന്നത്. കാരണം ഈ ബാക്ടീരിയ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു മതപരമായ നിയമമല്ല. പക്ഷെ അവിടെ വെച്ച് ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അടുത്ത വീടുകളിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ക്രമീകരിക്കുക. ഇപ്പൊ ആഹാരം കൊടുക്കാൻ നിർബന്ധിതരാണെങ്കിൽ, ഇപ്പം ദൂരത്ത് വന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ആഹാരം കൊടുക്കാൻ അത്യാവശ്യം ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് ഒന്നെങ്കിൽ സഭയിലെ ഏതെങ്കിലും വിശ്വാസികളുടെ വീടോ അല്ലെങ്കിൽ ആ അയൽവാസികളുടെ വീടോ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അവിടെ വെച്ച് ഭക്ഷണം കൊടുക്കുക. സെല്ലിന്റെ അടുക്കൽ അറേഞ്ച് ചെയ്യാൻ നല്ലത്. കാരണം അവിടെയും ഇതിന്റെ ബാക്ടീരിയയുടെ ഇതുണ്ടാകും. അതുമല്ല, ഇതിൽ തൊടുന്ന ആളുകളൊന്നും കുളിക്കാതെ ഒന്നും കഴിക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇതിനകത്ത് ആത്മീയമായ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരം നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ശരീരത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭക്ഷണം കഴിക്കരുതെന്നെങ്കിൽ, തുറന്ന പാത്രം ഉണ്ടെങ്കിൽ ആ തുറന്ന പാത്രങ്ങളിലുള്ളത് ഉപയോഗിക്കാൻ പാടില്ലെന്നും, ആ വീട് മുഴുവൻ ശുദ്ധീകരിക്കണമെന്നും, അത് ഈ ഭസ്മം ഇട്ട വെള്ളം എല്ലാം തളിക്കണമെന്നും ഒക്കെ പഴനിമത്തിനകത്തുള്ളത് ഈ ബാക്ടീരിയകൾ അവിടെ നിന്ന് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് മതപരമായ ചടങ്ങല്ല, അത് ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആണ്. അതുകൊണ്ട് അവിടെ വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ആ സ്ഥലത്ത് വെച്ച് കഴിക്കാതിരിക്കുന്നതും ശുദ്ധിയില്ലാത്ത കൈയോടെ കഴിക്കാതിരിക്കുന്നതുമാണ് നല്ലത്. പറ്റുമെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കുക. വീട്ടിൽ പോയി കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രം എന്ത് ചെയ്യുക,
പ്രത്യേകിച്ച് തൊടുന്ന ആളുകൾ, നമ്മളെ പോലെയുള്ള ശുശ്രൂഷകൾ നിൽക്കുന്ന ആളുകൾ കുളിച്ച ശേഷം മാത്രം കഴിക്കുന്നതാണ് ഉചിതം. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആളുകളെയും ഇത്തരം ഒരു കാര്യത്തിലേക്ക്, ഈ ചുംബനമൊക്കെ വെക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നല്ലതായിട്ട് ശുദ്ധീകരിക്കണം. നന്നായിട്ട് കുളിച്ച ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ. പക്ഷെ ഇന്ന് അതും ഒരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അന്നേരം ആള് വരും, ഈവൻ മാനേജ്മെന്റുകാർ വരും. എത്ര പൊതി വേണം, എത്ര പൊതി കൊടുക്കണം, ചായ വേണം, കാപ്പി വേണം, വിത്തോട്ട് എത്ര വേണം, വിത്ത് എത്ര വേണം എന്നും ചോദിച്ച് ആൾക്കാർ വന്ന്, ഞാൻ കൊടുക്കുന്നതിനെ തെറ്റി പറയുകയല്ല, പക്ഷെ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ ബോഡിയുമായിട്ട് എന്തെങ്കിലും ഡയറക്റ്റ് ടച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആ ഒരു പെട്ടിയെ തൊടുകയോ അല്ലെങ്കിൽ ശരീരത്തെ തൊടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ടച്ച് ഉണ്ടെങ്കിൽ ശുദ്ധീകരിച്ചു വേണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഫുഡ് കഴിക്കാവുള്ളൂ. ആ വീട്ടിൽ വെച്ചും ആഹാരം കൊടുക്കരുത്. ആ വീട്ടിൽ വെച്ച് കൊടുക്കാൻ നിർബന്ധമാണോ? അടുത്ത വീട്ടിൽ വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ സഭാ ഹോളിൽ വെച്ച് കൊടുത്തു. സഭാ ഹോളിൽ എന്തായാലും കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കുമല്ലേ, എന്തായാലും കേറ്ററിംഗുകാരെ ഏൽപ്പിക്കുവാണല്ലോ, അതായത് നമ്മൾ ഉണ്ടാക്കുവല്ലോ. അപ്പൊ പിന്നെ എന്തിനു തന്നെ അവിടെ തന്നെ വരണം? അടുത്ത വീട്ടിൽ എന്തുകൊണ്ട് അറേഞ്ച് ചെയ്തുകൂടാ? അല്ലെങ്കിൽ വിശ്വാസത്തിൽ എന്തുകൊണ്ട് അറേഞ്ച് ചെയ്തുകൂടാ? എല്ലാരും ഈ വീട്ടിൽ തന്നെ വന്ന് കഴിച്ചിട്ട് പോകണം എന്ന് പറയുന്നത് എന്തിനാ? ഈ അയൽബന്ധമൊക്കെ ഉള്ള നല്ലതാ. ഇതിൽ ഈ ഹിന്ദുക്കളുടെ വീട്ടിലെ അവരുടെ രീതികൾ നല്ലതാ. ഹിന്ദുക്കളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അടുത്ത വീട്ടുകാരാണ് ഫുഡിന്റെ കാര്യം നോക്കുന്നത്. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഫുഡ് അടുത്ത വീട്ടില്ല. കഞ്ഞിയും പയറേ ഉള്ളൂ, നമ്മൾ അരിയും പയറും മാറ്റി കൊടുത്താൽ മതി. അവരെന്ത് ചെയ്യുള്ളൂ, അവിടെ കഞ്ഞി വെച്ച്, അപ്പം ഇവിടെ വന്ന ആളുകൾ ഇത് കാണും, എന്നിട്ട് ആ വീട്ടിൽ പോയി ആഹാരം കഴിക്കും. ഈ വീട്ടിലെ ആൾക്കാർക്കും ആഹാരം അവിടെയാ, ഇവിടെ ഒരു കടക്കാർക്ക് പോലും കിടത്തില്ല. അതാണ് ഹൈന്ദവരുടെ രീതി എന്ന് പറയുന്നത്. ആ സംസ്കാരമൊക്കെ അതൊക്കെ ഈ എന്ത് പറയുക, അവർക്ക് പൗരാണികമായി ഇതിനെക്കുറിച്ചുള്ള പഠിച്ച ആളുകൾ, ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരതിപ്പോഴും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പക്ഷെ എല്ലാം കംഫോർട്ടിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ പലതും നമുക്ക് അരികിൽ തന്നെ എത്താൻ വാശി പിടിക്കുന്നത്. എല്ലാം നമ്മുടെ അടുത്ത് വേണം തന്നെ പറയുന്നത് നമ്മുടെ കംഫോർട്ടിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതങ്ങനെ കംഫോർട്ട് നോക്കി പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭക്ഷണ രീതിയോട് അത് നല്ല രീതിയല്ല, ഒരു നല്ല രീതി, ഒരു നല്ലൊരു മാതൃകയല്ല. പ്രത്യേകിച്ച് ശവക്കോട്ട വെച്ചൊന്നും കൊണ്ടുകൊടുക്കുന്ന രീതി നല്ല രീതിയേ അല്ല. അതൊരു ശീലമായിരിക്കുകയാണ്, അതൊരു ആരോഗ്യപരമായ രീതിയല്ല. പ്രത്യേകിച്ച് ഇതുമായി ടച്ച് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും കഴിക്കരുത്. അവര് പോയി കുളിക്കാതെ ശുദ്ധീകരിക്കാതെ ഒരു കാരണവശാലും കഴിക്കരുത്. അവർക്ക് തന്നെ ദോഷം ഉണ്ടാകത്തേ ഉള്ളൂ, ഈ ബാക്ടീരിയ ഉള്ളിൽ പോകും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും പച്ചക്കറി കഴിക്കാന്നൊക്കെ ചോദിക്കും, പച്ചക്കറിക്കകത്ത് വിഷമില്ലെന്നൊക്കെ ചോദിക്കും. പക്ഷെ ശരിയാണ്. പക്ഷെ ബൈബിളിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അത് പാലിക്കുന്നവർക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ട്. ബൈബിളിനകത്ത് പറയുന്ന പല ഫുഡ് രീതികളും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ മെച്ചം ഉണ്ടാകും, ആരോഗ്യപരമായ മെച്ചം ഉണ്ടാകും. അത് ഫോളോ ചെയ്യാത്തവർക്ക് അതിൻ്റെതായ കുഴപ്പങ്ങളും, കൈയൊക്കെ കഴുകി ശുദ്ധിയുള്ളവരായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇതിനകത്ത് നമ്മൾ മനഃപൂർവ്വമായി ചില രോഗം വരുത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചില മാംസാഹാരം നല്ലതല്ലാന്ന് കണ്ടാൽ എന്ത് ചെയ്യുക, അത് കഴിക്കാതിരിക്കുക. ഇതിനകത്ത് നിങ്ങൾ ആത്മീയതയെ കൊണ്ടുവന്നിടേണ്ട കാര്യമില്ല. അതിനകത്ത് ആത്മീയമായിട്ട് കൊണ്ടുവന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനെ തികച്ചും ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്ന് മാത്രം കരുതിയാൽ മതി. കാരണം നമ്മൾ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നല്ല ആരോഗ്യമുള്ളവരാണ് ദൈവം. അതുകൊണ്ടാണ് പഴയ നിയമത്തിനകത്ത് ഈ അശുദ്ധ മൃഗവും ശുദ്ധ മൃഗവും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ചില മൃഗങ്ങളുടെ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ആ മാംസം കഴിച്ചാൽ ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മിക്കവാറും പേര് പന്നിയിറച്ചി കഴിക്കുന്നവരല്ലേ, അല്ലേ? ഈ പന്നിയിറച്ചി കൃത്യമായിട്ട് വെന്തില്ലെങ്കിൽ അതിനകത്തൊരു ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയ നമുക്ക് ദോഷമാണ്. അപ്പൊ കൃത്യമായിട്ട് അത് വേകണം, വെന്തില്ലെങ്കിൽ പ്രശ്നമാണ്. കൊഴുപ്പ് കഴിക്കാൻ പാടില്ല എന്ന് വേണ്ടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? കൊഴുപ്പ് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ വരും.
അത് മാറ്റിയിട്ടേ കഴിക്കാവുള്ളൂ. രക്തത്തോടുകൂടെ കഴിക്കാൻ പാടില്ല. രക്തം കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷമാണ്, ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷം. അതുകൊണ്ടാണ്. പക്ഷെ ക്രമം പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ശുദ്ധമൃഗവും അശുദ്ധമൃഗവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിനകത്താണെങ്കിലും രക്തത്തോട് കൂടെ ഒന്നും കഴിക്കരുത്, താനെ ചത്തതിനൊന്നും കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഭക്ഷണ ക്രമീകരണം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അനാവശ്യമായി ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, അതുണ്ടാകാതിരിക്കും. ഇല്ല, എവിടെയും ആകാം, കുഴപ്പമില്ല. ഇല്ല, അങ്ങനത്തെ യാതൊരു വിധ നിയമങ്ങളും മണ്ണിനെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലടക്കം അവരവർക്ക് നമ്മുടെ നിയമപ്രകാരം നമുക്ക് സ്വന്തം സ്ഥലത്ത് അടക്കം ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ല. സെമിത്തേരി ഉണ്ടെങ്കിൽ അവിടെ അടക്കം ചെയ്യാം, അതിനും കുഴപ്പം ഇല്ല. അത് ഇപ്പം ഈ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ എല്ലാം വീടുകളില്ല, അവർക്ക് സെമിത്തേരികളില്ല, എല്ലാവരുടെയും വീടുകളില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്തോറുമാണ്, നമ്മുടെ ഈ കൊല്ലം അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് പിന്നീട് അത് വീടുകളിലേക്ക് വരുന്നത്, അല്ല അത് സെമിത്തേരികളിലേക്ക് വരുന്നത്. ഈ ഒരു സിസ്റ്റം, സെമിട്രി എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നത് മിഷണറിമാരാ, അവരാണത് കൊണ്ടുവന്നത്. കാരണം അവിടുത്തെ രീതി അതായിരുന്നു, അവരത് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുന്നു. യഹൂദന്മാർക്കും സെമിത്തേരി എന്ന സിസ്റ്റമുണ്ട്. കാരണം ആദ്യത്തെ യഹൂദനായ അബ്രഹാം തന്റെ ഭാര്യ മരിച്ചപ്പം സ്വന്തമായിട്ട് ഒരു സ്ഥലം മേടിച്ചിട്ടാണ് ഭാര്യ അടക്കം ചെയ്യുന്നത്. അതുകൊണ്ട് മക്ബേല എന്ന് പറഞ്ഞ ഗുഹ മേടിച്ചിട്ടാണ് പിന്നീട് അവിടെ അതൊരു ശ്മശാന ഭൂമിയായിട്ട് തന്നെ അതുകൊണ്ട് അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷെ വീടാണെങ്കിലും കുഴപ്പമൊന്നും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശവസംസ്കാരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ വീടുകൾ നമ്മൾ നിരന്തരമായി പോകാനുള്ള എന്ത് ചെയ്യണം? പോകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശവമുള്ള സമയത്ത് നിർബന്ധമായും അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം, പ്രാർത്ഥിക്കണം. അനാഥപ്രേതം പോലെ അതിനെ വിട്ടുകളയരുത്. പ്രാർത്ഥനകൾ നടത്തുക, അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, വചനത്തിൽ വേണ്ട ജ്ഞാനം ആ കാര്യത്തിൽ കൊടുക്കുക, മാന്യമായ രീതിയിൽ ഭക്തന്മാർക്ക് യോഗ്യമായതുപോലെ അടക്കം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കരുത്. ശുശ്രൂഷകൾ അധിക സമയം നീണ്ടുപോകുന്നത് നല്ലതല്ല. മാക്സിമം 1.5 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ്. നമ്മൾ അവരെ കൂടെ മാനിക്കണം. മരിച്ച വ്യക്തികളുടെ പ്രിയപ്പെട്ടവരെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. അവര് പ്രസംഗം കേൾക്കാനുള്ള ഒരു മൂഡിലിരിക്കുന്നവരല്ല. അടക്കം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, വന്നു പോയി പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക, അവർക്കൊരാശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അന്നോ എന്റെ ആഴ്ചകളിലൊക്കെ വേണേൽ പ്രാർത്ഥന വെക്കാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവരെ കുറിച്ച് ഓർക്കുന്നതിനെ കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു ഓർമ്മ ദിവസം കൊണ്ടാടുക, അല്ലെങ്കിൽ ഓർമ്മ ദിവസം ആചരിക്കുക, അങ്ങനെയൊന്നും ബൈബിൾ നമുക്ക് പറഞ്ഞിട്ടില്ല. പിന്നീട് വീണ്ടും സെമിത്തേരിയിൽ പോയി മെഴുകുതിരി കത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അവർ മുകളിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥന്മാരായിട്ടുണ്ട് എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് വന്നിട്ടുള്ള പഠിപ്പിക്കലുകളാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്ന് വന്നിട്ടുള്ള പഠിപ്പിക്കലുകളാണ്. പ്രത്യേകിച്ച് ഈ റോമൻ കത്തോലിക്ക മതം കൊണ്ടുവന്നിട്ടുള്ള പഠിപ്പിക്കലാണ്. ആണ്ടുതോറും അവരുടെ പേരിൽ ഒരു കുമ്പസാരം കിട്ടും എന്നുള്ളതാണ് അവർക്കുള്ള ലാഭം. അല്ല, അത് എന്ത് പർപ്പസിൽ വെക്കും എന്നുള്ളതാണ് ചോദ്യം. രണ്ട്, നിങ്ങൾ ഈ അതിന്റെ ഫ്രണ്ടിൽ അതിനെ ഒരു മധ്യസ്ഥനായി കണ്ട് ഒരു തിരിയൊക്കെ വെച്ച് അങ്ങനെ പറയുന്നത് കൊണ്ട് പറ്റൊന്നുമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനകത്ത് പിന്നെ അതിന് പിന്നെ മാല ഇടുക, അതിന്റെ താഴെ മറ്റു ലൈറ്റ് വെക്കുക, അങ്ങനെയുള്ള നമ്മുടെ ആയുസിലേ ഉള്ളൂ ആ ഫോട്ടോ. ഒരാൾ ഫോട്ടോ വെച്ചാലും അത് നമ്മുടെ ആയുസിലേ ഉള്ളൂ ആ ഫോട്ടോ. നമ്മുടെ തലമുറ കഴിയുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് മാറ്റും, അല്ലെ? അത് കഴിയുമ്പോൾ അത് ഫോട്ടോ എടുത്ത് മാറ്റും. നമ്മുടെ മക്കള് വളർന്നു കഴിയുമ്പം പഴയ ഫോട്ടോ വെക്കുവോ?
ആ വല്യപ്പന്റെ ഫോട്ടോ വെക്കുവോ? ഇല്ലല്ലോ. അവര് പിന്നെ എടുത്തത് അത് കളയും. അപ്പന്റെ ഫോട്ടോയിൽ വെക്കാൻ സാധ്യതയില്ലാത്ത മക്കളായി ഇപ്പോഴത്തെ. പിന്നെയാണ് വല്യപ്പന്റെ ഫോട്ടോ. സാധ്യത കുറവാണ്. പക്ഷെ വെക്കുന്നോണ്ട് തെറ്റൊന്നും ഞാൻ എന്ത് കാണുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഭക്തിയുടെ അതിൽ ചിത്രം വരരുത്. പിന്നെ അതിനകത്ത് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹം കാണുന്നുണ്ട്, അദ്ദേഹം കേൾക്കുന്നുണ്ട്, അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ മാറണം. പിന്നെ ഓർമ്മ ദിവസങ്ങൾ നമുക്ക് പാടില്ല. നമുക്കില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇപ്പം പതിയെ ഈ പുതിയ ടെക്നോളജികളുടെ വരവോടുകൂടെ പതിയെ വന്നിട്ടുണ്ടാകും. അതായത് ഈ നവമാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റം കാരണം നമുക്കിടയിലും പതിയെ ഈ മെമ്മറി ഡേയ്സുകൾ വരുന്നുണ്ട്. അതായത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് അപ്പൊ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് ഇത്ര വർഷമായി എന്ന് പറയുന്ന ഒരു സിസ്റ്റം പയ്യെ ഗ്രാജുവലി കയറി വരുന്നുണ്ട്. ഇല്ല, ഞാൻ ആ ദിവസം ഇന്ന് ഇപ്പൊ 5 വർഷമായി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദിവസം പ്രത്യേകമായിട്ട് ഓർക്കുമല്ലോ. അതായത് തീർച്ചയായിട്ടും ഓർക്കും. അതൊരു ചടങ്ങായിട്ട് മാറാൻ പാടില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു ഇപ്പൊ എല്ലാവരും ഓർക്കും, എല്ലാവർക്കും ആ ദിവസം ഓർമ്മയുള്ള ദിവസമാണ്, അതൊരു ഇതാണ്. പക്ഷെ നമ്മൾ അതിനെ ഒരു എന്ത് പറയുക, അതൊരു പ്രാർത്ഥന നടത്തുക, അതൊരു പ്രത്യേക ദിവസമായിട്ട് മാറ്റിയെടുക്കുക. ഇന്ന് അപ്പൻ വിട്ടുപിരിഞ്ഞിട്ട് 5 വർഷമായി നമ്മൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പബ്ലിക് കാര്യമായിട്ട് മാറി. അത് പേഴ്സണൽ അല്ല, പിന്നെ അത് പബ്ലിക്കായ കാര്യമായിട്ട് മാറി അല്ലെ? അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യകതയില്ല. അത് ഞാൻ പറഞ്ഞുകൊണ്ട് പതിയെ ഗ്രാജുവലി കൊണ്ടുപോവുക. പിന്നെ ഓർമ്മ ദിവസമായി കോവിഡിന്റെ ഒക്കെ സമയത്ത് പതിയെ വന്നതാണ്. പിന്നെ അത് തണുത്തു, അതില്ലാതായി തീർന്നു. ഇന്നയാളെ ഓർക്കുന്ന ദിവസമായിട്ടൊക്കെ വന്നിരുന്നു, പക്ഷെ തണുത്തു, അതില്ലാതായി തീർന്നു. ഞാൻ ഓർക്കണ്ടെന്ന് പറയുന്നില്ല, ഓർക്കണം, ഓർമ്മ നല്ലതാണ്, ഓർമ്മ എപ്പോഴും ഉണ്ടാകും. പക്ഷെ ആ പർട്ടിക്കുലർ ഡേറ്റിനെ പബ്ലിക് ആക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകത നമുക്കില്ല. അവരെന്തായാലും കർത്താവിന്റെ സന്നിധിയില്ല, കർത്താവിന്റെ കൂടെയാ. വിശ്വാസികളായിരുന്നെങ്കിൽ കർത്താവിന്റെ കൂടെയാണ്. അപ്പൊ പിന്നെ അവർക്കൊരു നഷ്ടബോധം ഒരിക്കലുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മരണത്തെ കുറിച്ചുള്ള ശുശ്രൂഷകൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഇനി നമ്മൾ നടത്താനുള്ള 2 യോഗങ്ങളാണ് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും യോഗങ്ങൾ. സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും യോഗങ്ങൾ. ഇതിനകത്ത് ഈ യോഗങ്ങൾ നടത്താൻ ഉള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സഹോദരന്മാർക്ക് മാത്രമായും സഹോദരിമാർക്ക് വേണ്ടി മാത്രമായിട്ട് സഹോദരി സമാജം പോലുള്ള യോഗങ്ങളുണ്ട്. മെൻസ് ഫെലോഷിപ്പുകൾ കേരളത്തിലില്ലെങ്കിലും കേരളത്തിന് പുറത്തൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയി വരുന്ന ജോലിക്കാര് മാത്രമൊക്കെയുള്ള സഭകളിൽ അത്തരം ഫെലോഷിപ്പുകൾ നടക്കാറുണ്ട്. എറണാകുളത്തൊക്കെയുള്ള സഭകളിൽ മെൻസ് ഫെലോഷിപ്പുകൾ നടക്കാറുണ്ട്. വുമൻസ് ഫെലോഷിപ്പുകൾ, സഹോദരിമാരുടെ മാത്രം യോഗങ്ങൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ സഹോദരിമാരുടെ കാര്യം പറയുമ്പോൾ മൂത്ത സ്ത്രീകൾ ഇളയ സ്ത്രീകളെ പഠിപ്പിക്കട്ടെ എന്നൊരു പ്രയോഗം തിമോഥെയോസിലുണ്ട്. അതായത് പ്രായം കൂടുതലുള്ള സ്ത്രീകൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ അല്ലെങ്കിൽ സഹോദരിമാരെ പഠിപ്പിക്കട്ടെ എന്ന് തിമോഥെയോസിനകത്ത് രേഖപ്പെടുത്തിയിട്ട് ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവരാക്കും. അതായത് ചെറിയ പെൺകുട്ടികൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പുരുഷന്മാരെക്കാൾ എന്താണ് മുതിർന്ന സഹോദരിമാർ, ഇളയ സഹോദരിമാർ ഭർതൃപ്രിയരും പുത്രപ്രിയരുമാകാനായിട്ട് പ്രബോധിപ്പിക്കാൻ എഴുതിയിട്ടുണ്ട്. അവർ തന്നെ പഠിപ്പിക്കണ്ടേ. അപ്പം ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു പുരുഷനേക്കാൾ തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട്. ഒപ്പം നമുക്ക് സഹോദരന്മാർ ചില കാര്യം തുറന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റും. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഒരമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പല കാര്യം എന്ത് ചെയ്യാം, ഒരപ്പന് പറഞ്ഞു കൊടുക്കാം, മകനോട് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഒരു അപ്പന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരമ്മയ്ക്ക് മകളോട് പറഞ്ഞു കൊടുക്കാം. അത് ഒരു കംഫോർട്ട് സോൺ ഉണ്ട് അവർക്കിടയിൽ, അല്ലെ? അതേപോലെ സഭയിലെ മുതിർന്ന സഹോദരിമാര് ഇളയ സഹോദരിമാരെ പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ട പ്രബോധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മീറ്റിങ്ങുകൾ നടത്തുന്നത് നല്ലതാണ്. അത് അവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മ ഉള്ളതിന് കാരണമായി തീരും.
അവർക്കിടയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു കാരണമായി തീരും. പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പങ്കുവെക്കാൻ, എന്നെ കേൾക്കാൻ ഒരു അമ്മാമ്മയുണ്ട് എന്നൊരാൾക്ക് പറയുന്നതിന് ഒരു കാരണമായിട്ട് തീരും. അപ്പൊ അത്തരം 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചു നോക്കി. 1 തിമോത്തിയോസ് കന്യകമാരെ പോലെയും തീത്തോസിന്റെ ലേഖനത്തിലേക്ക് 2:5 പുത്രപ്രിയരും, അത് ആ വാക്യം അതൊന്ന് വായിച്ചേ. ആദ്യം തൊട്ട് അത് ആ വാക്യത്തിന്റെ 2-ാം വാക്യം വായിച്ചാൽ അറിയാം. നീയോ 10 ദിവസം ചേരുന്നതിന് പ്രസ്താവിക്കുക, വൃദ്ധമാർ നിർമ്മതരും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധകളും അങ്ങനെ തന്നെ നടപ്പിൽ ആദരണീയരും ഏഷ്ണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കും ദൈവം ദുഷിക്കപ്പെടാതിരിക്കുകയാണ്. യൗവനക്കാരികളെ ഭർതൃപ്രിയരും പുത്രപ്രിയരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും താഴ്മയുള്ളവരും ഭർത്താക്കന്മാർ കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. അപ്പം ഇവിടം തൊട്ട് നോക്കി, ഇവിടെ വൃദ്ധമാർ ചെയ്യേണ്ട കാര്യം പറഞ്ഞു വരുന്നത്. വൃദ്ധമാര് എന്ത് ചെയ്യണം? അവര് ആദരണീയരായിരിക്കണം, ഏഷ്ണി പറയാതിരിക്കണം, വീഞ്ഞടിമപ്പെടാത്തവരായിരിക്കണം. അവർ ദൈവം ദുഷിക്കാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർതൃപ്രിയരും പുത്രപ്രിയരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർ കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. അപ്പം ഇവര് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. വൃദ്ധയായ സ്ത്രീകൾ അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീകൾ, യൗവനക്കാരികളായ സ്ത്രീകൾ ഇതെല്ലാം പഠിപ്പിക്കണം. തീത്തോസ് പഠിപ്പിക്കാനല്ല പറയുന്നത്. തീത്തോസ് വൃദ്ധമാരോട് പറയണം, നിങ്ങൾ യൗവനക്കാരെ ഇതെല്ലാം പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഉപദേശം ഉള്ളത് കൊണ്ട് സഹോദരിമാർ തമ്മിൽ ഒരു കൂട്ടായ്മയ്ക്കും, പ്രത്യേകിച്ച് മുതിർന്ന സഹോദരിമാർ ഇളയ സഹോദരിമാരെ പഠിപ്പിക്കുന്നതിനുമായിട്ട് ഒരു യോഗങ്ങൾ ഉള്ളത് നല്ലതാണ്. സഹോദരന്മാരായ നമുക്കും ചില ഫെലോഷിപ്പുകളൊക്കെ ഉള്ളത് നല്ലതാണ്. അത് ചില ആത്മീയ ഉന്നമനത്തിന് കാരണമായിട്ട് തീരും. ഒരു ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡിക്ക്, ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, പൊതുവിൽ ചില കാര്യങ്ങൾ പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനൊക്കെ ഒരു മുഖാന്തരമായിട്ട് അത്തരം കാര്യങ്ങൾ തീരും. അപ്പൊ അതൊരു ബൈബിൾ പഠനത്തിനുള്ള ഒരു കാര്യമായിട്ട് തീരും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളൊക്കെ നാളെ സഭയുടെ മൂപ്പന്മാരെന്ന് പറയുന്ന ആ ഒരു ശുശ്രൂഷയ്ക്ക് വരികയാണെങ്കിൽ, ദൈവം കൊണ്ടുവരികയാണെങ്കിൽ, ഈ മൂപ്പന്മാർക്കിടയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാകണം. മൂപ്പന്മാരുടെ ഒരു യോഗം ഉണ്ടാകണം. നമ്മൾ ഈ മൂപ്പന്മാരുടെ യോഗത്തെ കുറിച്ച് വായിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില. മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന നിയോഗിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ അരുളപ്പാടുണ്ടാകുന്നത്. ഒന്ന് വായിക്കാമോ? 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യം. സഭയിൽ അവർ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേലയ്ക്കായിട്ട് അവരെ മതി. ഇപ്പൊ അന്ത്യോക്യ സഭയിലെ എല്ലാവരും അവിടെ ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? മൂപ്പന്മാരും ശുശ്രൂഷക്കാരും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അത് ഇന്നും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. പക്ഷെ ഇന്നത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പല സ്ഥലങ്ങളിലും. പക്ഷെ നടക്കുന്നത് സഭയുടെ ആരോഗ്യപരമായ നടത്തിപ്പിന് നല്ലതാണ്. ഒരു സഭയുടെ ആരോഗ്യപരമായ നടത്തിപ്പിന് മൂപ്പന്മാരെല്ലാവരും ചേർന്നിരുന്ന് ഒരു യോഗം നടത്തുന്നത് നല്ലതാണ്. ആ യോഗത്തിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ പ്രധാനമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നടക്കുന്ന മീറ്റിങ്ങുകൾ എങ്ങനെയുണ്ട്, കോട്ടേജ് മീറ്റിംഗ് എങ്ങനെയുണ്ട്, ബൈബിൾ ക്ലാസ് എങ്ങനെയുണ്ട്, ആരാധന യോഗത്തിൽ ആളുകളുടെ പങ്കാളിത്തം എങ്ങനെയുണ്ട്, നമ്മൾ ആരെയൊക്കെ വളർത്തിക്കൊണ്ട് വരണം, എന്തൊക്കെ ശുശ്രൂഷ നമുക്ക് കൊടുക്കണം, അങ്ങനെ ഒരു കഴിഞ്ഞ മീറ്റിങ്ങുകളെ കുറിച്ച് ഒരു റിവ്യൂവും പുതിയ തീരുമാനം എടുക്കാനൊക്കെ എന്ത് ചെയ്യും, അതൊരു ഉപകാരമായിട്ട് തീരും. അല്ല, ഒട്ടും നല്ലതല്ല. സഭയിൽ മൂപ്പന്മാർ എന്നാണ്
മൂപ്പന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാരാണ്. ഒന്നിലധികം പേരാണ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ പ്രാരംഭ സഭയാണെങ്കിൽ, അതായത് ഇപ്പൊ ഈ ഇടയ്ക്ക് സ്ഥാപിതമായ സഭയാണെങ്കിൽ ഓക്കെ, 10 വർഷം കൊണ്ട് അവിടെ ആരെങ്കിലും വളരെ നിർബന്ധമൊന്നുമില്ല. അത് ആ സ്ഥാപിച്ച ആള് തന്നെയല്ലേ, കുഴപ്പമില്ല. മറ്റൊരു വളർന്നു വരുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പം ഇവരൊരു ആത്മീക പക്വതയിലേക്ക് എത്തണം ഈ വിശ്വാസികൾ. നമുക്ക് മൂപ്പന്മാരെ വേറെ സഭയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഇവര് വളർന്നു വരണം ഗ്രാജുവലി. അപ്പൊ അതിനുള്ള സമയം കൊടുക്കുക. അതുവരെ അവിടുത്തെ സുവിശേഷകൻ തന്നെയാണ് ആ മൂപ്പന്റെ ശുശ്രൂഷയും ചെയ്യുന്നത്. പിന്നെ പതിയെ ഗ്രാജുവലി വളർന്നു വന്നോളും. ആദ്യത്തെ സ്റ്റെപ്പ് ശുശ്രൂഷകൻ എന്നുള്ളതാണ്. അവിടുന്ന് പിന്നെ സുവിശേഷകൻ എന്നുള്ളതാണ്. സുവിശേഷകനാണ് മൂപ്പനാകുന്നത്. ഒരു ഗ്രാജുവൽ പ്രോസസ്സായി, ഒറ്റയടിക്ക് മൂപ്പന്മാരുണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് സുവിശേഷകനാണോ മൂപ്പനാണോ വലുതെന്നോ? ആദ്യമോ? നമ്മള് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കാണുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരായിട്ടാണ്. ശുശ്രൂഷകന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. ഈ ശുശ്രൂഷകന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സുവിശേഷ തൽപരരായിട്ട് മാറുന്നവര് സുവിശേഷകന്മാരായിട്ട് ഇവർ മാറുന്നു. ഈ സുവിശേഷകന്മാരായ ആളുകളാണ് ഇടയന്മാരായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ആടുകളുടെ കാര്യം നോക്കുന്നവരായിട്ട് മാറുന്നത്. എല്ലാവരും അല്ല. ഇപ്പൊ എല്ലാ സുവിശേഷകന്മാരും മുപ്പന്മാരായിട്ട് മാറുന്നില്ല, എല്ലാ ശുശ്രൂഷകന്മാരും മുപ്പന്മാരായിട്ട് മാറുന്നില്ല. ഓരോ ശുശ്രൂഷനും ഓരോ പടി കയറ്റമായിട്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ടാണ് ഈ എന്ത് പറയുക, സുവിശേഷകന്മാരുടെ മാത്രം യോഗ്യതൊന്നും പറഞ്ഞിട്ടില്ല. ശുശ്രൂഷകന്മാരുടെ മൂപ്പന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സുവിശേഷന്മാർക്ക് യോഗ്യതൊന്നും വേണ്ടെന്നല്ല. ശുശ്രൂഷകനും മൂപ്പനും ഉണ്ടായിരിക്കേണ്ട എല്ലാ യോഗ്യതയും സുവിശേഷകന്മാർക്കും വേണം. ഈ 2 ഗുണങ്ങളുള്ളവർ മാത്രമാണ് സുവിശേഷകന്മാർ, അല്ലാത്തവരാരും സുവിശേഷകന്മാരല്ല. ശുശ്രൂഷ മനോഭാവം ഇല്ലാത്ത ഇടയന്മാരെ കുറിച്ച് ആടുകളെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവരാരും സുവിശേഷകന്മാരല്ല. അതുള്ളവരാ സുവിശേഷകന്മാർ. നമ്മൾ ബൈബിൾ പരിശോധിച്ച് നോക്കി, ബൈബിളിൽ പറഞ്ഞ സുവിശേഷം അങ്ങനെയുള്ള ആയിരുന്നു. അപ്പൊ ഇത് രണ്ടും വേണം. അതുകൊണ്ട് അവരുടെ സെപ്പറേറ്റ് യോഗ്യത പറയാത്തതിന്റെ കാരണം ഈ യോഗ്യത എല്ലാം ഇവർക്കുണ്ട്. ആദ്യത്തെ ശുശ്രൂഷകനാ, അദ്ദേഹത്തെ പരിശോധിക്കും, ഇദ്ദേഹം വിശ്വസ്തനാണോ എന്നൊക്കെ. ആ പരിശോധിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ശുശ്രൂഷകനായിട്ട് നിയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം പതിയെ വളർന്നിട്ടാണ് ഈ സുവിശേഷകൻ മൂപ്പൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വളർന്നു വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, സുവിശേഷനായ ഒരാൾക്ക് ഇടയൻ ആടുകളെ കുറിച്ച് വിചാരമില്ലെങ്കിൽ ആ അവസ്ഥ എന്തായിരിക്കും? അത് നന്നായിട്ട് മുൻപോട്ട് പോകുമോ ആ സഭ? ഒരിക്കലും മുൻപോട്ട് പോകത്തില്ല. അപ്പൊ ആടുകളെ കുറിച്ച് അതിന്റെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ അത് ഇടയ ശുശ്രൂഷയാണത്. പതിയെ അതിലേക്ക് വന്നു, ആ ശുശ്രൂഷയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഇത് മുൻപോട്ട് പോകുന്നത്, ആ ക്രമത്തിലാണ് മുൻപോട്ട് പോകേണ്ടത്. അതിനകത്ത് വലിപ്പം കുറച്ച് കുഴപ്പമൊന്നുമല്ല. പക്ഷെ ഈ ശുശ്രൂഷകൾക്ക് രണ്ട് യോഗ്യതയും വേണം. ഒരു മൂപ്പന്റെ യോഗ്യതയും വേണം, ഒരു ശുശ്രൂഷന്റെ യോഗ്യതയും ഉണ്ടാകണം സുവിശേഷകനാണെങ്കിൽ. അങ്ങനെ ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല, ചെയ്യാൻ സാധിക്കത്തില്ല അല്ലാത്തവർക്ക്. അപ്പൊ അതുകൊണ്ട് അവരൊരുമിച്ചിരുന്നൊരു പ്രാർത്ഥനാ യോഗം നടത്തണം. അത് ഗ്രാജുവലി ആ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരും. പുതിയ ആൾക്കാരെ നിയോഗിക്കുന്നതിന്, പുതിയ ശുശ്രൂഷകന്മാരെ നിയോഗിക്കുന്നതിന്, പുതിയ ഡീക്കൻസ് നിയോഗിക്കുന്നതിന്, പ്രത്യേകിച്ച് ഈ പണമിടപാടിനൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാരെ ഏൽപ്പിക്കുന്നതിന്, സഭയുടെ ചില മെയിൻ്റനൻസ് വർക്കുകൾ നടത്തുന്നതിന്, സ്ഥലത്തിന്റെ കാര്യം, സെമിത്തേരിയുടെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം മീറ്റിങ്ങുകൾ പ്രയോജനമായി തീരും. പിന്നെ അവര് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ നമുക്ക് ഇന്ന വീട്ടിൽ പോകണം എന്ന് അവർ തമ്മിൽ പറയും. ആ ഒരു സിസ്റ്റം കൂടി എന്ത് ചെയ്യും, അതൊക്കെ ഇതിനകത്തേക്ക് വരും. അപ്പൊ നമ്മളൊക്കെ നാളെ ഭാവിയിൽ മൂപ്പന്മാരായിട്ട് ആ ഒരു ശുശ്രൂഷയ്ക്ക് വളർന്നു വരുമ്പോൾ നമ്മുടെ സഭയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഏത് കാര്യങ്ങളാ? അവർക്കിടയിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. എന്നിട്ട് നമ്മൾ മുൻകൈ എടുത്ത് ബാക്കി മൂപ്പന്മാരെയും കൊണ്ട് എന്ത് ചെയ്യണം, മറ്റുള്ള വീടുകളിലൊക്കെ ഒന്ന് പോകണം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റും. ആത്മീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കും, സഭയുടെ ആത്മീയ അവസ്ഥകൾ ചർച്ച ചെയ്യാൻ സാധിക്കും,
ഉപദേശപരമായ കാര്യം ചർച്ച ചെയ്യാൻ സാധിക്കും, ശിഷ്യത്വം ചർച്ച ചെയ്യാൻ സാധിക്കും, പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും, പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും, ഏതെങ്കിലും ഒരാളെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് ഒരു ശിക്ഷണ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിനകത്തും ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ മൂന്നോ നാലോ എത്ര പേരായിക്കോട്ടെ അവരെല്ലാവരും കൂടെ ചേർന്ന് മുൻപോട്ട് എന്ത് ചെയ്യണം, ആളുകളെ കൊണ്ടുപോകണം. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു മീറ്റിംഗ് ഉള്ളത് എപ്പോഴും ആരോഗ്യപരമായ സഭയ്ക്ക് നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ക്ലാസ്. അത് ഈ സുവിശേഷ യോഗങ്ങളാണ്. സുവിശേഷിക നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സുവിശേഷ യോഗങ്ങളാണ്. അതിലൊന്ന് പരസ്യ യോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്, ഔട്ട്റീച്ചുകൾ നടത്താറുണ്ട്. മറ്റൊന്ന് ഹൗസ് ടു ഹൗസ് വിസിറ്റിംഗ് നമ്മൾ നടത്താറുണ്ട്. മൂന്നാമത് നമ്മൾ കൺവെൻഷൻസ് നടത്താറുണ്ട്. ഈ മൂന്നെണ്ണമാണ് നടത്താറുള്ളത്. പിന്നെ ഫോളോ അപ്പ് മീറ്റിംഗ് നമ്മൾ നടത്താറുണ്ട്, അത് ആവശ്യമെന്ന് വരികിൽ മാത്രം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം പരസ്യയോഗങ്ങളാണ്. പരസ്യയോഗങ്ങൾ, ഈ പരസ്യയോഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാ പോകുന്നത്? സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് ചില സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് മൈക്ക് സാങ്ഷൻ എടുക്കുക, അത് അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തെ നിയമം അനുസരിച്ച് നമ്മളുടെ വിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് സാങ്ഷൻ കിട്ടും. സഭാ പരിപാടികൾക്ക് വേണ്ടി എന്ത് ചെയ്യും? സാങ്ഷൻ കിട്ടും. നമുക്ക് ഈ മദ്യത്തിന്റെ പേര് വെക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ കിട്ടും. ഇത് പലർക്കും അറിയത്തില്ല. അതായത് മദ്യവിരുദ്ധ റാലി എന്ന് വെക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? മദ്യവിരുദ്ധ റാലി എന്ന് വെക്കാതെ തന്നെ സുവിശേഷ പ്രസംഗം എന്ന് മാത്രം വെച്ചാലും മൈക്ക് സാങ്ഷൻ കിട്ടും. പണ്ട് മൈക്ക് സാങ്ഷന് വേണ്ടി നമ്മൾ സർക്കിൾ ഓഫീസിൽ പോകണമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഓൺലൈൻ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്രിസ്ത്യൻ പ്രോഗ്രാം അല്ലെങ്കിൽ ചർച്ച് മിനിസ്ട്രി, ഇന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്ന വാഹനം, മൈക്ക് ഇത്ര, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ PDF ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് ഇന്ന് മൈക്ക് സാങ്ഷൻ ഒരു പ്രശ്നമല്ല. പക്ഷെ നമുക്ക് എവിടുന്നോ കിട്ടിയിരിക്കുകയാണ്. ഈ സുവിശേഷം പറയണമെങ്കിൽ എന്ത് വേണം? മദ്യവിരുദ്ധം കൂടെ വെച്ചാലേ സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ എന്നൊരു ധാരണ എവിടുന്നോ വന്ന് കയറിയിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഇന്നില്ല. അതുകൊണ്ട് ഞാൻ 100% അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ലഹരി വിരുദ്ധം വെക്കാതെ എന്ത് ചെയ്യുക? സുവിശേഷ പ്രസംഗം നടത്തുക. അങ്ങനെ നമുക്ക് സാക്ഷ്യം കിട്ടും. സുവിശേഷ വിരോധികളുടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വാസ്തവമായിട്ട് യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആണല്ലോ, ദൈവരായം തരാൻ വേണ്ടിയിട്ടാ. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറെ ചുവന്ന കൊടികൾ കാണാനിരിക്കട്ടെ. ചുവന്ന കൊടികൾ കാണുക. അപ്പൊ നമുക്ക് എന്തോ മനസ്സിലാവും? കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലാവും. ഇനി മറ്റേ കോൺഗ്രസ്സുകാരുടെ കൊടി കാണുക. അപ്പൊ നമുക്ക് എന്തോ മനസ്സിലാവും? ഇത് അവർക്കുള്ളതാ, അല്ലെ? മറ്റേത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ്. ഇത് വെള്ളക്കൊടിയാണെങ്കിൽ ഉള്ളതാണ്, പച്ചക്കൊടിയാണെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ളതാണ്. മനസ്സിലാവും? ഓക്കെ, ഇനി ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ഈ മദ്യവിരുദ്ധ സുവിശേഷം എന്നൊരു ബോർഡ് കണ്ടാൽ വായിക്കുന്നയാൾക്ക് എന്താ മനസ്സിലാകുന്നത്? ആണല്ലോ, സുവിശേഷ നിർദ്ദേശം അതാണോ? അതിന്റെ മറവിൽ പറയേണ്ട കാര്യം ഇന്നില്ല. നമുക്ക് ഡയറക്റ്റ് പറയാം. എന്റെ ചായ ഇന്ന് അതിന്റെ നമുക്ക് ഡയറക്റ്റ് പറയാന്നുള്ളിടത്ത് പറ. നമുക്ക് ഡയറക്റ്റ് സുവിശേഷം പറയാം എന്ന അനുവാദം ഉള്ളിടത്ത് പറ. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചു. അല്ലാത്ത സ്ഥലങ്ങൾ എന്ത് മാസം ഉപയോഗിച്ചു. ഡയറക്റ്റ് പറയാൻ അനുവാദം ഉള്ളിടത്ത് എന്ത് ചെയ്യുക? നമ്മളിത് ഉപയോഗിക്കുക. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് ഇങ്ങനെ നമ്മളൊന്നും മറച്ചു പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഈ സുവിശേഷ ഔട്ട്റീച്ചിനൊക്കെ പോകുമ്പോൾ അനുയോജ്യമായ സ്ഥലം നോക്കിയിരിക്കണം. വാഹനം കൃത്യമായിട്ട് പാർക്ക് ചെയ്യണം. ഒരു പാർക്കിംഗ് ഉണ്ടാകാത്ത രീതിയിൽ, ട്രാഫിക് ജാം ഉണ്ടാകാത്ത രീതിയിൽ പാർക്ക് ചെയ്യണം. ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്ന പോലെ പാർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായോ? ട്രാഫിക് ജാം ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കണം. പിന്നെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ പാർക്ക് ചെയ്തേക്കണം നമ്മുടെ വണ്ടി. അല്ലാതെ അന്നേരം റിവേഴ്സ് എടുത്ത്
പോകുന്ന രീതി ആകരുത്. ഓടിച്ചു പോകാൻ പറ്റുന്ന പോലെ എന്ത് ചെയ്യണം, നമ്മൾ പാർക്ക് ചെയ്യണം. ഈ YMFയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവർ പ്രത്യേകം പറയുന്ന കാര്യമാണ്, ഔട്ട്റീച്ചിന് പോകുന്ന വാഹനങ്ങളെല്ലാം നേരെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പോലെ എന്ത് ചെയ്തേക്കുക, പാർക്ക് ചെയ്ത് ഇട്ടേക്കുക. ഇങ്ങനെ തിരിച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റിവേഴ്സ് എടുക്കുക, പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും. ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ അതിൽ ജാഗ്രത കാണിക്കുക. നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിക്കണം. പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത്, പാമ്പിന്റെ ശത്രു മനുഷ്യനാണ്. മനുഷ്യൻ ഉള്ള സ്ഥലത്ത് ഇറങ്ങത്തില്ല എന്നുള്ളതാണ് പാമ്പിന്റെ ബുദ്ധി. പകല് പാമ്പ് ഇറങ്ങത്തില്ല, വിഷമുള്ള ഒരു സാധനം പകൽ ഇറങ്ങത്തില്ല. പാമ്പ് ഇറങ്ങുന്നത് എപ്പോഴും രാത്രിക്കാണ്. മനുഷ്യൻ കൂട്ടി കയറുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ പാമ്പ് കൂട്ടിൽ നിന്ന് ഇറങ്ങും. അതാണ് അവന്റെ ബുദ്ധി. കാരണം അല്ലെങ്കിൽ അടിച്ചു കൊല്ലുമെന്നറിയാം. അപ്പം അമ്പലത്തിൽ പരിപാടി നടക്കുമ്പോഴും ഉത്സവം നടക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ളത് നടക്കുമ്പോഴും അവിടെ കൊണ്ടുപോയി ട്രാക്ട് കൊടുക്കേണ്ടയും അവിടെ കൊണ്ടുപോയി പ്രസംഗിക്കേണ്ടൊന്നും ഒരാവശ്യവും ഇല്ല. ബുദ്ധിയോടെ പെരുമാറുക. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ ആയിരിക്കുക. അങ്ങോട്ട് മാളത്തിൽ പോയി കൈ ഇട്ടിട്ട് കടിമേകേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാം, നമുക്കത് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ കൺവെൻഷനുകൾ നടത്തുമ്പോൾ വീടുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ ക്ഷണിച്ചെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അകത്തോട്ട് കയറുക. ക്ഷണിച്ചാൽ മാത്രം കയറുക. പിന്നെ സംസാരിക്കുമ്പോൾ ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. ഒരാളോട് സംസാരിച്ചാൽ, പ്രത്യേകിച്ച് സഹോദരിമാരാണെങ്കിൽ മുഖത്ത് മാത്രം നോക്കി സംസാരിക്കുക. കൂടെയുള്ളയാളും മുഖത്ത് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പിന്നെ ഡബിൾ മീനിങ് ഉള്ള ഒന്നും പറയരുത്. ഡബിൾ മീനിങ് ഉള്ള നമ്മൾ തമാശ പറയാൻ പോയതല്ല, അവിടെ സ്ഥലക്കച്ചവടത്തിന് പോകുന്നതല്ല, ഇവിടെ തന്നെ എന്തോ വിലയുണ്ട് അത് ചോദിക്കാൻ വേണ്ടി പോയതല്ല. വേണമെങ്കിൽ സൗഹൃദപരമായിട്ട് ഒരു സംഭാഷണമായാണ് ചോദിച്ചിരിക്കാം. പക്ഷെ എല്ലാ വീട്ടിലും പോയി ഇവിടെ തന്നെ എന്താ വരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ പോയത് അവർക്ക് മക്കളുണ്ടോ, മക്കൾ കല്യാണപ്രായമായോ എന്നറിയാൻ വേണ്ടി പോയതും അല്ല. മക്കളാരും ചോദിക്കാം, മക്കൾ എന്തോ ചെയ്യുവാന്ന് ചോദിക്കാം. അല്ല, കല്യാണപ്രായമായോ, കല്യാണം കഴിഞ്ഞോ, എന്തോ കഴിയാത്ത എന്താ, പെണ്ണ് കിട്ടാനില്ല, അങ്ങനെ ഒന്നും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ആമുഖത്തിന് വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പിന്നെ ഒരു വീട്ടിൽ ചെന്നു, കോളിംഗ് ബെൽ അടിച്ചു, അതിന് തുറക്കുന്നില്ല. ഒന്നുകൂടി അടിച്ചു, എന്നിട്ടും തുറക്കുന്നില്ല. പിന്നെ അടിക്കാനല്ല, ചില ആൾക്കാർ ജനലൊക്കെ തുറന്നു നോക്കും, ആരെങ്കിലും ഉണ്ടോ. ജനലിന്റെ ഇടയ്ക്കൂടി ഒന്നും തുറന്നു നോക്കിയേക്കരുത്, ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ. അടുക്കള വാതിൽ കൂടെ പോയി നോക്കേണ്ട ആവശ്യമില്ല. പുറകിൽ കൂടെ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ മാന്യമായി ചെല്ലുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, കാത്തു നിൽക്കുന്നു. അവരിറങ്ങി വരുമ്പോൾ നമ്മുടെ കാര്യം പറയുന്നു. ഇനി പറയുന്നില്ല, ആരും വരുന്നില്ലേ, ജനൽ തുറന്ന് ആരെങ്കിലും ഇതിനകത്തുണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കാനായിട്ട് പാടില്ല. നമ്മളെ ഏൽപ്പിച്ച കാര്യം പാമ്പിന്റെ ബുദ്ധിയോടുകൂടെ ചെയ്യണം. വളരെ മാന്യമായിട്ട് എന്ത് ചെയ്യണം, ആ കാര്യം ചെയ്യണം. സംസാരിക്കുമ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം, നല്ല രീതിയിൽ മാത്രം സംസാരിക്കണം. അവരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കണം, കണ്ണുകളിൽ നോക്കി സംസാരിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരാണെങ്കിൽ അവരുടെ മുഖത്ത് തന്നെ നോക്കി സംസാരിക്കണം. അവർക്ക് ഡിസ്കംഫോർട്ട് ആവുന്ന രീതിയിൽ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. കൂടെയുള്ള ആളുകൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അവരവരുടെ വീട്ടിലെ വസ്ത്രത്തിൽ ഇരിക്കുന്നതവിടെ, അവരവരുടെ വീട്ടിലെ വസ്ത്രത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേറൊരു രീതിയിൽ നോക്കാനേ പാടില്ല. ഓക്കെ. പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. സുവിശേഷം പറയുക, താല്പര്യമെങ്കിൽ ആഹ്വാനം പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥിക്കുക. ആവശ്യമെങ്കിൽ അവരെ പിന്നീട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുക. ഈ വീടുകളിലെ സുവിശേഷം വളരെ ശ്രദ്ധിക്കണം. കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അത്. വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. അവരുടെ മതത്തെയോ അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ ദൈവസങ്കല്പങ്ങളെയോ ഒന്നും ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല. നമ്മൾ വന്ന കാര്യം യേശുവിനെ കുറിച്ച് പറയാനാണ്. യേശുവിനെ കുറിച്ച് മാത്രം പറയുക. കൃഷ്ണൻ തെറ്റാണ്, മുഹമ്മദ് തെറ്റാണ്, അയ്യപ്പൻ മോശമാണ്, അതൊന്നും പറയാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് ആകെ അനുവാദമുള്ളത് യേശു രക്ഷിതാവാണ് എന്ന് പറയാൻ മാത്രമാണ്. അത് മാത്രം പറയുക, അത് മാത്രം പറയുക. തർക്കിക്കാൻ വന്നാൽ ആ ശീലം നമുക്ക്
ഇല്ല ഇല്ല. അത് പെട്ടെന്ന് മാറ്റി എന്ത് ചെയ്യുക, അവിടെ നിന്ന് മുൻപോട്ട് പോവുക. ഇനി കൺവെൻഷനുകൾ നടത്തുമ്പോൾ അത് എന്ത് പറയുക, ഒരു പബ്ലിസിറ്റി മീറ്റിംഗ് ആണ്. അതുകൊണ്ട് ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യുക, അത് നടത്തുക, അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുക.